കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നെയും നമുക്കൊരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ ദൈവവചന പഠനത്തിനായി ഒരു സാവകാശം ദൈവം ഒരുക്കി തന്നതോർത്ത് സർവകൃപാലുവായ ദൈവത്തിന് നമുക്ക് നന്ദി കരയേറ്റാം. ഭൂമുഖത്ത് നമ്മെ ഓരോ ദിവസവും ക്ഷേമത്തോടെ നടത്തുന്നു, നമ്മെ ഉള്ളം കരങ്ങളിൽ വഹിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവത്തിന്റെ ദിവ്യ സഹായം നമുക്ക് നൽകി തന്ന, സംരക്ഷണം നൽകി തന്ന, കഴിഞ്ഞ ആഴ്ച കൽപ്പിച്ചതുപോലെ അവൻ നമുക്ക് ഉറപ്പുള്ള പാറയായും നമ്മെ കാക്കുന്ന, നമ്മെ നടത്തുന്ന, നമ്മെ സംരക്ഷിക്കുന്ന കോട്ടയായും നമ്മുടെ കൂടെ ഇരുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. നാം അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു, ക്രിസ്തുയേശു നമ്മെ ജീവിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. നമുക്ക് ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്നു. ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നാം പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, അവരാണ് ദൈവവചനത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാരണം അവർക്ക് സമർത്ഥമായ ജീവൻ ഉണ്ടാകുന്നത് ദൈവവചനത്തിലൂടെയാണ്. അവർക്ക് നിത്യജീവൻ ലഭിച്ചിരിക്കൊണ്ട് അവർ രക്ഷയിൽ വളരേണ്ടതിനും രക്ഷയ്ക്ക് ജ്ഞാനിയാക്കേണ്ടതിനും ദൈവം അവർക്ക് നൽകി കൊടുത്തിരിക്കുന്ന ആത്മീക മന്നയാണ് ദൈവത്തിന്റെ വചനം. അത് ശുദ്ധീകരണത്തിനും ഗുണീകരണത്തിനും തേജസ്കരണത്തിനും ഒക്കെ ഉപകരിക്കുന്നതാകൊണ്ട് നമുക്ക് ദൈവം തന്റെ വചനം അയച്ചു തരുമ്പോൾ, ദൈവസഭയോട് ദൈവവചനത്തിലൂടെ സംസാരിക്കുമ്പോൾ ദൈവം അതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഒരു ലോകക്കാരനോട് ദൈവവചനം ഇടപെടുന്നത് പോലെയല്ല ദൈവസഭയോട് ചേർക്കപ്പെട്ട ദൈവമക്കളോട് ദൈവവചനം ഇടപെടുന്നത്. അത് അവരെ കൃപയിൽ വളർത്തേണ്ടതിനും അവര് ദൈവം ആഗ്രഹിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് അവകാശികളായി ദൈവത്തോടുകൂടെ അവരുടെ ജീവിതം, അതിനകത്ത് കഷ്ടത ഉണ്ടാകാം, പട്ടിണി ഉണ്ടാകാം, രോഗമുണ്ടാകാം, അതൊക്കെ നമുക്ക് ശരീരമുള്ളിടത്തോളം അനുകൂലമല്ലാത്ത ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ഒരു ദൈവിക നടത്തിപ്പല്ല ദൈവം വെച്ചിരിക്കുന്നത്. അതിൽ ദരിദ്രന്മാരുണ്ടാകാം, ആമേൻ സ്തോത്രം, പണക്കാരുണ്ടാകാം, ഇടത്തരക്കാരുണ്ടാകാം. ഇതെല്ലാം വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോരുത്തരോടും അവരവർക്ക് ലഭിച്ചതിന്റെ കണക്കാണ് ദൈവം ചോദിക്കാനിടയാകുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് രാത്രികാലവും നമ്മെ ദൈവം വചനത്തിലൂടെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി തരുമ്പോൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ, അതിന്റെ നന്മകളെ കൈക്കൊള്ളുവാൻ നമുക്ക് ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും. ഇത് കളിതമാശിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല ദൈവത്തിന്റെ വചനം. അത് നമ്മുടെ ജീവിതത്തിന് വിടുതലിനും ഉദ്ധാരണത്തിനും മാനസാന്തരത്തിനും ഒക്കെ ദൈവം നൽകി തരുന്നതാകൊണ്ട് അതതിന്റെ പ്രവൃത്തി വചനം നമ്മളിൽ നാം ചെയ്തെടുക്കേണ്ടതിന് നമ്മുടെ സഹകരണം, നമ്മുടെ അനുസരണം ഒക്കെ വളരെ ആവശ്യമാണ്. ദൈവം തന്റെ വചനത്തിലൂടെ പ്രബോധിപ്പിക്കുമ്പോൾ അത് വിശ്വസിച്ച് ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് അതിന്റെ നന്മയുണ്ടാകുന്നത്. അതിൽ മുന്നറിയിപ്പുകളുണ്ട്, അതിൽ താക്കീതുകളുണ്ട്. ഇതെല്ലാം നമ്മൾ വേർതിരിച്ചു വേണം പഠിക്കുവാൻ. ആമേൻ സ്തോത്രം. അതിൽ ചിലപ്പോൾ നമ്മെ പിൻ പോയിന്റ് ചെയ്ത് നമ്മോട് സംസാരിക്കും. നമുക്ക് മാനസാന്തരപ്പെടേണ്ട മേഖലകൾ ദൈവം വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കും. അങ്ങനെ ആമേൻ സ്തോത്രം, ഓരോ രീതിയിൽ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആത്മാവിൽ അത് വിവേചിച്ച് ദൈവത്തിന്റെ ദൂതുകളെ ഏറ്റെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ രാത്രികാലം ആമേൻ സ്തോത്ര സ്നേഹവന്ദനം ചൊല്ലുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നാം ചിന്തിക്കുന്ന ലേഖനം അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിന്റെ 3-ാം അധ്യായം 22-ാം വാക്യമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. 1 Peter chapter 3 verse 22. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മെ ചിന്തിപ്പിച്ചു, മനുഷ്യനായി കടന്നു വന്ന യേശു ക്രിസ്തുവിന് അവൻ കീഴ്പ്പെടുത്തിരുന്നില്ല, യേശു അതിനെ കീഴ്പ്പെടുത്താനിടയായി തീർന്നു. അത് ദൈവസഭയ്ക്ക് വലിയ പ്രചോദനം തരുന്നതാണ്. കാരണം മനുഷ്യരായി നാം ജീവിക്കുമ്പോൾ ഭൂമിയിലുള്ള ആദാമ്യ സന്തതിക്ക് സാധ്യമാകാത്ത ഒരു കാര്യം ക്രിസ്തുയേശു ജഡത്തിൽ വെളിപ്പെട്ടുകൊണ്ട് വാഴ്ചകളെ കീഴ്പ്പെടുത്തിയതിനാൽ എനിക്കും നിങ്ങൾക്കും ഈ വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ വചനമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ വളരെ ടേക്ക് ഇറ്റ് ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ പിശാച് എന്ന വിഷയത്തെ നാം കാണരുത്. കാരണം പിശാച് വളരെ കണ്ണിങ് ആണ്. അവൻ പിടികൊടുക്കാതെ സ്തോത്രം നമ്മിൽ നിന്നും
ആമേൻ സ്തോത്രം. നമുക്ക് അരികത്ത് നിന്നുകൊണ്ട് എന്നാൽ എത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ ട്രിക്കിയാണ്. അതാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ ഏതൊക്കെ രീതിയിലാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ അവന്റെ തന്ത്രങ്ങൾ മെനയുന്നത്. ആമേൻ സ്തോത്രം. പിശാചി തന്ത്രങ്ങളെ നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് ലാഘവത്തോടെ കാണാനല്ല. പിശാച് ഒരു ആമേൻ സ്തോത്രം നിസ്സാര കാര്യമായിട്ട് തള്ളിക്കളയേണ്ടതല്ല. അത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാണ് നമുക്ക് ദൈവവചനത്തിലൂടെ ദൈവം തരുന്ന ഒരു പ്രചോദനം എന്ന് പറയുന്നത്. പിശാച് ഒരിക്കലും നമ്മെ കീഴ്പ്പെടുത്താൻ നാം അനുവദിക്കാതെ, ആമേൻ സ്തോത്രം, നമ്മെ കീഴ്പ്പെടുത്താൻ പുതിയ നിയമ വിശ്വാസിയെ കീഴ്പ്പെടുത്താൻ പിശാചിന് സാധ്യമല്ല. പിശാചിന് ഇടം കൊടുക്കാതെ നമ്മെ തന്നെ കർത്താവിനായി സൂക്ഷിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ നമുക്ക് പിശാചിന്റെ മേൽ വിക്ടറി ഉണ്ട്. നമുക്ക് തലവണക്കാം, ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കും. ഈ രാത്രികാലവും ദൈവവചനത്തിന്റെ പൊരുളുകളെ കർത്താവ് നമുക്ക് തിരിച്ചു തരേണ്ടതിന്, അത് ആത്മാവിൽ നമ്മെ ഗ്രഹിപ്പിക്കേണ്ടതിന്, നല്ല ഹൃദയത്തിൽ അത് സംഗ്രഹിക്കേണ്ടതിന്, അത് നല്ല ഫലവും സന്തോഷവും സമാധാനവും പ്രത്യാശയൊക്കെ നമ്മിൽ ഉളവാക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയേ പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം നേടിയേ പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. മാറുവാനാവതില്ലേനേ, മാറുവാനാവതില്ലേനേ. ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോകയിമ്പം പ്രിയനേ നീ മതി. വേണ്ട ഈ ലോകയിമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. മാറായുണ്ടീ മരൂപതിൽ സാരമില്ല, മാറായി നാഥനാമേശു. മാറായുണ്ടീ മരുവതിൽ സാരമില്ല, മാറായി നാഥനാമേശു. മാറാത്ത വാക്ക് തന്നോൻ മാറുമോ ആയവൻ, മാറാത്ത വാക്ക് തന്നോൻ മാറുമോ ആയവൻ. മാറ മധുരമാക്കിയിടും, മാറ മധുരമാക്കിയിടും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോകയിമ്പം പ്രിയനേ നീ മതി. വേണ്ട ഈ ലോകയിമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. വിൺശക്തിയാലെ നിത്യവും, വിൺശക്തിയാലെ നിത്യവും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോകയിമ്പം പ്രിയനേ നീ മതി. വേണ്ട ഈ ലോകയിമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ രാത്രിയാമത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിലേക്കൊന്ന് പകരുന്ന കർത്താവേ, ഏകാഗ്രതയോടെ ദൈവസന്നിധിയിലിരുന്ന് ഈ രാത്രികാലം ഞങ്ങളോടുള്ള ദൈവത്തിന്റെ വചനം ആലോചനകളും കൈക്കൊള്ളേണ്ടതിന് ഞങ്ങൾ ആഗ്രഹത്തോടെ അടുത്തു വരുന്നു. ദൈവശബ്ദം കേൾക്കുവാൻ കർത്താവെ ഞങ്ങളുടെ കാതുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വചനമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിനെ കൈക്കൊള്ളുവാനും അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഊർജ്ജസ്വലതയുള്ളതാകുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ വ്യഗ്രതകളിൽ ഞങ്ങൾ മുഴുകിപ്പോകാതെ, ആമേൻ, ദൈവവചനത്തിന്റെ പ്രാധാന്യം ഞങ്ങളുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകാതെ അതിനെ ആമേൻ ഉൾക്കൊള്ളുവാനും അത് പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ആലോചനയാകൊണ്ട് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി ദൈവജനത്തെ ശുശ്രൂഷിക്കുവാൻ അടിയന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവിടുന്ന് കൂട്ടിവരുത്തി അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. ആരെങ്കിലും ലിങ്ക് ചെയ്യാനുണ്ടെങ്കിൽ ഈ രാത്രികാലം അവരെയും വേഗത്തിൽ കൂട്ടിവരുത്തി ഒരുമിച്ച് ഞങ്ങൾക്ക് ദൈവകൃപ അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമം ഇതിലൂടെ മഹത്വം എടുക്കണം. ഞങ്ങൾ കുറയുകയും നീ വളരുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ചിന്തിക്കുന്നത്. ക്രിസ്തുയേശുവിന് ആമേൻ വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ കീഴ്പ്പെട്ടു. എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും പിശാചിനോട് നമുക്ക് പോരാട്ടമുണ്ട്, എതിർപ്പുകളുണ്ട്. ആമേൻ സ്തോത്രം. നാം അതിനെ നിസ്സംഗതയോടെ കാണരുത്. അതിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ട ഇടത്ത് ദൈവത്തിന് കീഴ്പ്പെട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുന്നു. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്നത് അവന്റെ തന്ത്രങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് അവന്റെ 2ാമത്തെ തന്ത്രമാണ്. അത് അലറുന്ന സിംഹം എന്നതുപോലെ. അതൊന്ന് വായിച്ചിട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-8. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് ഇവിടെ പറയുന്നത് പിശാചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് 2 വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആമേൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ജാഗ്രതയോടെ കാര്യങ്ങളെ നാം മനസ്സിലാക്കണം. ആ അർത്ഥത്തിലാണ്. ഉറങ്ങിക്കഴിയരുത്. ആമേൻ സ്തോത്രം. ആത്മീകമായി നാം ഉറങ്ങിയിരിക്കുകയാണെങ്കിൽ പിശാചിനെയോ അവന്റെ തന്ത്രങ്ങളെയോ പിശാചാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. ആമേൻ. അതിനെ സ്വാഭാവിക രീതിയിൽ കണ്ടുകൊണ്ട് ഒരു വ്യത്യസ്ത ആംഗിളിലൂടെ ചിന്തിച്ച് കടന്നു പോകും. പലപ്പോഴും പിശാചിനെ നമ്മൾ മനസ്സിലാക്കി വചനത്തിലൂടെ ആമേൻ പരിശുദ്ധാത്മാവിൽ നാം തിരിച്ചറിയുമ്പോഴാണ് അവനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് കഴിയുന്നത്. പലരും പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് പോലും തിരിച്ചറിയാതെ അന്ധരായി കഴിയുന്നുണ്ട്. കാരണം പത്രോസ് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഉണർന്നിരിപ്പീൻ. ആമേൻ സ്തോത്രം. കാരണം ബി അറ്റന്റീവ് എന്നുള്ള അർത്ഥത്തിലാണ്. ബി അലർട്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ആ വിഷയത്തെ നാം കാണണം. നമുക്കറിയാം കർത്താവായ യേശു പറഞ്ഞ ഒരു ഉപമയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അവിടെ പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഒരു മനുഷ്യൻ തന്റെ വയലിൽ നല്ല വിത്ത് വിതച്ചു. ആമേൻ സ്തോത്രം. എന്നാൽ ആ വിത്തിന്റെ കൂട്ടത്തിൽ കള ഒരുപാട് വളർന്നു വരാൻ ഇടയായി. ആമേൻ സ്തോത്രം. ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് നല്ല വിത്താണല്ലോ വിതച്ചത്, എങ്ങനെ അതിന്റെ ഇടയിൽ കള വളർന്നു വരാനിടയായി? കർത്താവ് അതിന് മനോഹരമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അവൻ വിതച്ച മനുഷ്യൻ ഉറങ്ങിയപ്പോൾ. അവൻ സ്തോത്രം. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അവൻ ശ്രദ്ധിക്കേണ്ട കാര്യത്തെ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ. ഉറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായ ശരീരത്തിന് കൊടുക്കുന്ന വിശ്രമത്തെ കുറിച്ചല്ല ഉറക്കം എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യത്തിന് നാം ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ, ജാഗ്രത കാണിക്കേണ്ട കാര്യങ്ങൾക്ക് ജാഗ്രത കാണിക്കാതിരുന്നാൽ, ആമേൻ സ്തോത്രം, പിശാച് ആമേൻ നമ്മുടെ അശ്രദ്ധയെ ചൂഷണം ചെയ്യാനിടയാകും. അതാണ് കർത്താവ് പറഞ്ഞത്. ആമേൻ സ്തോത്രം. ദൈവവചനത്തിലൂടെ ഇവിടേക്കൊന്ന് കടന്നു വന്നാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം. പെട്ടെന്ന് മനസ്സിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്ന ആമേൻ സ്തോത്രം ചിന്ത ആയതുകൊണ്ടാണ് ആ വാക്യം ഒന്ന് എടുത്തത്. മത്തായി സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 24-25 വാക്യം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഇതാണ് അവിടെ കാണുന്നത്. മനുഷ്യർ ഉറങ്ങിയപ്പോൾ. ഈ ഉറങ്ങിയപ്പോൾ എന്ന വാക്ക് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രദ്ധ കൊടുക്കേണ്ട സമയത്ത് ശ്രദ്ധ കൊടുക്കാതിരുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തെ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ, ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മതപരമായ ചടങ്ങ് പോലെയല്ല നമ്മുടെ ക്രിസ്തീയതയെ കൊണ്ടുപോകേണ്ടത്. ആമേൻ സ്തോത്രം. നമുക്ക് കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞ കാര്യങ്ങൾ ഒരു നോർമൽ രീതിയിൽ ജസ്റ്റ് നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിന്റെ ഒരു ഭാഗം പോലെ മാത്രം കണ്ടല്ല പോകേണ്ടത്.
കാരണം ഇത് നമ്മുടെ ഇറ്റേണിറ്റിയുമായിട്ടുള്ള ബന്ധത്തിലെ വിഷയമാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കൊരു നിത്യതയുണ്ട്, നിത്യകാലം നമുക്ക് ദൈവത്തോടു കൂടെ അതാണ് വചനത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നത്. ചിലരൊക്കെ സമുദായക്കാരിൽ നിങ്ങൾ എന്തിനാ ഈ വചനത്തിന് ഇത്രയും പ്രാധാന്യം, കൂട്ടായ്മയ്ക്ക് ആഴ്ചയിൽ 7 ദിവസമുണ്ട്, 7 ദിവസം പ്രാർത്ഥന, ഇങ്ങനെ എങ്ങനെ ഇതിന്റെ ആവശ്യകത വല്ലതും ഉണ്ടോ? ഞങ്ങൾക്കും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പം ഞായറാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്ന, അല്ലെ ഇടയ്ക്ക് ഒരു ദിവസം പ്രാർത്ഥന, അത്രയൊക്കെ മതി. നമ്മൾ മനുഷ്യരല്ലേ, ദൈവങ്ങളാണോ? ഈ രീതിയിലുള്ള ചിന്ത വരുന്നത് വാസ്തവത്തിൽ ഇതിന്റെ സീരിയസ്നെസ് നാം മനസ്സിലാക്കുമ്പോഴാണ് ആത്മീയത വിലയുള്ളതായി മാറുന്നത്. ക്രൂശിലെ മരണത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് തന്ന രക്ഷയുടെ വലിപ്പം, സ്തോത്രം, തിരിച്ചറിയാത്ത ഒരു വ്യക്തിയാണ് പലപ്പോഴും ഉറങ്ങിക്കഴിയുന്നത്. ദൈവവചനം ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതവനെ വിശ്വാസത്തിൽ ഓരോ ദിവസവും സ്തോത്രം ഈടുള്ളതാക്കി തീർത്ത് മുന്നോട്ട് പോകുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് അശ്രദ്ധയോടെ പോകാൻ സാധിക്കത്തില്ല. അവന്റെ ആ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും വളരെ എന്തിനാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്? സ്തോത്രം, അതിന്റെ ഒന്നും ആവശ്യകതയില്ല. ജസ്റ്റ് കാഷ്വലായിട്ട് നമുക്ക് ജീവിച്ചു പോയാൽ മതി എന്നുള്ള ചിന്തയാണ് ഓവറോൾ സ്തോത്രം വിശ്വാസ സമൂഹത്തിനുള്ളത്. അങ്ങനെയല്ല, മറിച്ച് നമുക്കൊരു ആത്മീക വളർച്ച ആവശ്യമുണ്ട്. ടൈം ടു ടൈം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട നന്മകളുണ്ട്, നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട മേഖലകളുണ്ട്, വാഗ്ദത്തങ്ങളെ ക്ഷമയോടെ കാത്തിരുന്ന് പ്രാപിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ആത്മീയതയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. പലവിധ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്തോത്രം, ആ പ്രതിസന്ധികളെ ഫലപ്രദമായി നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും മനുഷ്യരുടെ ഒരു കുഴപ്പം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ആലോചന ചോദിക്കാൻ നടക്കുകയാണ്. പ്രവാചകന്മാർ വല്ലതും ഉണ്ടോ? അവരുടെ വായിൽ വല്ല ദൂതുണ്ടോ? ഇത് കേൾക്കാൻ. വാസ്തവത്തിൽ അങ്ങനെ അല്ല നടക്കേണ്ടത്. സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിന്നെ സൃഷ്ടിച്ച, നിന്നെ രക്ഷിച്ച നിന്റെ സ്വർഗീയ പിതാവ് നിന്നോട് സംസാരിക്കാനും നിനക്ക് മനസ്സിലാക്കി തരാനും ആഗ്രഹിക്കുന്നു. നമ്മള് സ്തോത്രം ഒരു മനുഷ്യന്റെ പിന്നാലെ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ആലോചന ദൈവം കൊടുത്തിട്ട് ആ ആളിൽ നിന്ന് ഞാൻ ആലോചനയ്ക്കൊന്നും എതിരല്ല. സ്തോത്രം, നമ്മുടെ ആത്മീയതയ്ക്ക് ആലോചന കിട്ടുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ അതൊരു ഡബിൾ കൺഫർമേഷന് വേണ്ടിയാണ് പലപ്പോഴും ആലോചനയെ നാം കാണേണ്ടത്. നമുക്ക് വെളിപ്പെടുത്തുന്ന ഒരു കാര്യത്തെ കർത്താവ് വേറൊരു വ്യക്തിയിലൂടെ ഒന്നുകൂടെ പറഞ്ഞത് സ്ഥിരീകരിക്കുമ്പോൾ, ഇന്നലകളിൽ ദൈവം നമുക്ക് തന്ന വാഗ്ദത്വവും നമുക്ക് തന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെ ദൈവം തന്നെ തന്നതാണെന്ന് സ്ഥിരീകരിക്കാനാണ് പലപ്പോഴും സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം പ്രവാചകന്മാരെ ദൈവം ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, നാം ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധാലുവായി മുമ്പോട്ട് പോയില്ലെങ്കിൽ നാം പോലും അറിയാതെ, നാട്ടിലൊരു പറച്ചിലുണ്ട്, നിന്ന ഇടത്തെ മണ്ണ് ഒലിച്ചു പോയത് അവരറിഞ്ഞില്ല. സ്തോത്രം, എന്തുകൊണ്ട് അവരറിഞ്ഞില്ല? സ്തോത്രം, അശ്രദ്ധ കൊണ്ടാണ് പലപ്പോഴും, കെയർലെസ് ആയിട്ട് പോയത് കൊണ്ടാണ് സ്തോത്രം അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ മനുഷ്യർ ഉറങ്ങിയ സമയത്ത് ശത്രു വന്ന് ആ സമയത്ത് ആ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട്, ആ ജാഗ്രത കുറവിനെ മുതലെടുത്തുകൊണ്ട് അത് കളവെതച്ചിട്ട് പോയി, അറിഞ്ഞുപോലുമില്ല. എപ്പോഴാണത് മനസ്സിലായത്? കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് ശത്രു വന്ന് കളവെതച്ചിട്ട് അവന്റെ പരിപാടി ചെയ്തിട്ട് അവൻ പോയി. ഇതുപോലുള്ള പല പ്രവൃത്തികളും നമ്മുടെ അശ്രദ്ധ മുഖാന്തരം പിശാചി ജീവിതത്തിൽ കൊണ്ടുവന്ന് സ്വപത്ത് നാം പോലും അറിയാത്ത ഇടങ്ങളിൽ പല വിഷവും വിതച്ചിട്ട് പോയിട്ടുണ്ട്. അതിന്റെ കോൺസിക്വൻസ് വരുന്നത് കുറെ നാള് കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴേക്ക് എന്ത് സംഭവിക്കും? പെട്ടെന്ന് കയറി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം നല്ല സ്തോത്രം ഒരു വിളയുടെ വിത്തും ഈ കളയും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് സ്തോത്രം അതിനെ പറിച്ചെടുത്ത് കളയാനും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ കള നിൽക്കുന്നിടത്തോളം കാലം ഈ നല്ല വിളയ്ക്ക് പോകേണ്ട വളവും വെള്ളവും എല്ലാം ആര് വലിച്ചെടുക്കുകയാണ്? ആ വിളയ്ക്ക് കിട്ടേണ്ട 100 മേനി വിളവിനെ ഈ കള ഇല്ലായ്മ ചെയ്യുകയാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, ഈ മൂലമറ്റം സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് വരുന്ന ഇലക്ട്രിസിറ്റി 220 വോൾട്ടാ. പക്ഷേ എർത്തിങ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കൊണ്ട്, പ്രസരണത്തിലെ കുറവ് കൊണ്ട് വോൾട്ടേജ് എന്തായി പോകുന്നു? കുറഞ്ഞു പോകുന്നു. ഇതൊക്കെ ആത്മീയത്തിൽ നമുക്ക് പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. മൂലമറ്റം പവർ സ്റ്റേഷനിൽ നിന്ന് വരുന്ന പവർ ലൈൻ 220 വോൾട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന വോൾട്ട് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ 170 180 ഉള്ളൂ. അതെങ്ങനെ സംഭവിക്കുന്നു? ആരെങ്കിലും വഴിയിൽ പിടിച്ചെടുക്കുന്നതാണോ? എർത്തിങ് വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പ്രസരണത്തിലെ കുറവ് കൊണ്ട് സ്തോത്രം അത് സംഭവിക്കുന്നുവെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊക്കെ നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ ഇത് വളരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിന് എവിടെയെങ്കിലും ഒരു കുറവ് വരുമ്പോൾ ഉടനെ നമ്മൾ അവെയർ ആകണം. പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഉടനെ നാം തിരിച്ചറിയണം എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല.
ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയത്തിൽ വരുന്ന ഏത് ക്ഷീണത്തെയും എവിടെയെങ്കിലും ഒരു അല്പമെങ്കിലും സ്ലോ ഡൗൺ വരുന്നുണ്ടെങ്കിൽ ബി അറ്റൻറ്റീവ്, ഉടനെ അവെയർ ആകണം. എന്തോ സംതിങ് ഈസ് റോങ് സംവെയർ. അതിനെ നമ്മൾ ലാഘവത്തോടെ കണ്ടു കഴിഞ്ഞാൽ സ്ലോലി അത് ഡിറ്റീറിയേറ്റ് ചെയ്ത് അത് നമ്മെ ബാക്ക് സ്ലൈഡിങ്ങിലേക്ക് കൊണ്ടുപോകുമെന്ന ദൈവത്തിന്റെ ഇതാണ് പിശാച് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത്. ഒറ്റയടിക്ക് കിട്ടാത്തവരെ, ഓൾ ഓഫ് എ സഡൻ ഒരു ത്രട്ടണിങ്ങിൽ വീഴാത്തവരെ ഗ്രാജുവൽ പ്രോസസ്സിലാണ് പിശാച് തറ പറ്റിക്കാനിടയാകുന്നത്. ഈ രാത്രി നമുക്ക് മുമ്പോട്ട് കടന്നു വരാം. പിശാചിനെ കുറിച്ച് അവിടെ പറയുന്നു, അലറുന്ന സിംഹം എന്നതുപോലെ. അപ്പോൾ ഈ അലർച്ച വാസ്തവത്തിൽ ഒരു ഭയപ്പെടുത്തലിനെ, ഒരു ഭീഷണിയെ, അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കലിനെ, വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന വ്യക്തികളെ പല രീതിയിൽ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് സംഭവം പിശാചിന്റെ ഐഡിയ എന്ന് പറയുന്നത് വിശ്വാസത്തിൽ ഒരു വ്യക്തി ശക്തിപ്പെടരുത്. കാരണം വിശ്വാസത്തിൽ ശക്തിപ്പെടും തോറും അവന് നമ്മുടെ മേലുള്ള സ്വാധീനം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. വിശ്വാസത്തിൽ ദൈവമക്കളെ എഴുതി വെച്ചുകൊള്ളുക ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ. വിശ്വാസത്തിൽ നാം ശക്തിപ്പെടും തോറും, വിശ്വാസത്തിൽ നാം വളർന്ന് വർദ്ധിച്ചു വരും തോറും പിശാചിന് നമ്മുടെ മേലുള്ള സ്വാധീനം വളരെ കുറഞ്ഞു പോവുകയാണ്. എന്നാൽ വിശ്വാസത്തിൽ നാം ബലപ്പെടാതെ മുന്നോട്ട് വീവറിംഗ് മൈൻഡുമായിട്ട് പോകുമ്പോൾ വേണമെങ്കിലും സ്തോത്രം ഒരു ബ്രോയിലർ ചിക്കനെയും നാടൻ ചിക്കനെയും പിടിക്കാൻ വരുന്ന പാട് നമ്മളൊന്ന് നോക്കുക. ഒരു നാടൻ കോഴിയെ ഒന്ന് പിടിക്കാൻ നോക്കി, സ്തോത്രം, അത് നമ്മളെ 1.5 മണിക്കൂർ ഓടിക്കും. അതാണ് അതേസമയം ഒരു ബ്രോയിലർ ചിക്കൻ അങ്ങനെ പിടിക്കാൻ ചെല്ലുമ്പോഴേ അതങ്ങനെ നേരെ അവിടെ ഇരുന്ന് തരും, എന്നെ പിടിച്ചോ, എന്ത് വേണം ചെയ്തു എന്ന് പറഞ്ഞ ഒരു രീതിയാണ്. സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കുക, ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിൽ അടിപതറിക്കാനാണ് പിശാചി തന്ത്രമെല്ലാം മെനയുന്നത്. കാരണം വിശ്വാസത്തിൽ ഒരു വ്യക്തി നിലനിന്നാൽ ആ വ്യക്തിയെ പിശാചിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തടസ്സങ്ങൾ സൃഷ്ടിക്കാം, ഡിസ്റ്റർബൻസ് കൊണ്ടുവരാം, ഇതൊക്കെ പിശാചിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനോടെല്ലാം ചേർത്ത് നിൽക്കാൻ കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു, നിനക്ക് ഒരു ദോഷവും നിൽക്കേണ്ടതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം ശ്രദ്ധിച്ച് കർത്താവിന്റെ നാമത്തിൽ നിന്നാൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് വേദപുസ്തകം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് ഭയം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. മാനുഷ ഭയവും പാടില്ല, പൈശാചിക ഭയവും പാടില്ല, ഒന്നിനെ കുറിച്ചുള്ള ഭയവും പാടില്ല. കാരണം ഭയപ്പെടേണ്ടവനെ ഞാനും നിങ്ങളും ഭയപ്പെടുന്നിടത്തോളം മറ്റൊന്നിനും ഞാനും നിങ്ങളും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന്റെ കൺസേൺ നമ്മെ കുറിച്ചുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ഈ വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോസ്തലനായ പത്രോസ് ഒക്കെ എഴുതുന്ന കാലഘട്ടം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അവിടുത്തെ തീഷ്ണത എന്തായിരുന്നു, തീവ്രത എന്തായിരുന്നു, പിശാചിന്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് ദൈവസഭയോട് സ്തോത്രം ആ ഒരു കാലത്തിലേക്ക് മടങ്ങി വരിക. അതാണ് ഇതിന്റെ പ്രാധാന്യം. 1-ാം നൂറ്റാണ്ടിന്റെ ഒരു അനുഭവത്തിലേക്ക് അന്ത്യകാലം വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് ഈ വചനത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നത്. അതിന്റെ സിഗ്നിഫിക്കൻസ് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ പതുക്കെ പോപ്പപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വചനങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. എന്താണ് പിശാച് ഇതിലൂടെ, ഈ ത്രട്ടണിങ്ങിലൂടെ അല്ലെങ്കിൽ ഈ ഭയപ്പെടുത്തലിലൂടെ എന്താണ് അവൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയുടെ ആരംഭ സമയങ്ങളിൽ പിശാച് റോമൻ ഭരണകൂടത്തെയും യഹൂദ മത പുരോഹിതരെയും ജാതീയ ശക്തികളെയും സഭയ്ക്കെതിരെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ ഈ പരിപാടി പൂട്ടിപ്പോകുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഇത് പൂർവാധികം ശക്തിയോടെ ഇപ്പൊ ഒരു ക്രിസ്തുവിന് പകരം ക്രിസ്തുക്കൾ ഇഷ്ടം പോലെ അങ്ങ് എഴുന്നേൽക്കാണ്. ക്രിസ്തുക്കൾ ഞാൻ പറഞ്ഞ യേശുക്രിസ്തു എന്നുള്ള അർത്ഥത്തിലല്ല. ഒരാളെ ഇവന് ഭയങ്കര ശല്യക്കാരനാണ്, ഇവൻ ഒടുങ്ങിയാൽ കയ്യാപ്പ പറഞ്ഞ പോലെ ഇവൻ അങ്ങ് പ്രശ്നം തീർന്നെന്ന് ചിന്തിച്ച ഇടത്ത് ഇതിപ്പം അതിനേക്കാൾ വലിയ പ്രശ്നത്തിലേക്ക് ഇതാണ് സംഭവിക്കുന്നത്. സഭ എവിടെ പീഡിപ്പിക്കപ്പെട്ടാലും എവിടെ വ്യക്തികൾ ഉപദ്രവിക്കപ്പെട്ടാലും ഇത് പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് വരുന്നതാണ് ദൈവസഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് പിശാചിനെ നന്നായിട്ടറിയാം. എന്നാൽ ബലഹീനപ്പെട്ട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വിശ്വാസത്തിൽ സ്ഥിരത കിട്ടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നാം കേൾക്കുന്ന ഓരോ വചനവും ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ ഉറപ്പിക്കാനിടയാക്കണം. സ്തോത്രം. ഓരോ ദൈവവചനവും നമ്മെ
ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പും ധൈര്യവുമുള്ളവരായി. ആമേൻ സ്തോത്രം. യോശുവയോട് എന്താ പറഞ്ഞത്? യോശുവ ഈവൻതോ ദൈവം തെരഞ്ഞെടുത്ത് മോശയ്ക്ക് ശേഷം ഇസ്രയേലിനെ നയിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ആമേൻ സ്തോത്രം ഒരു വ്യക്തി ആയിരുന്നിട്ടും അവന് ധൈര്യമില്ലായിരുന്നു. അവന് ഒരല്പ ഭയമുള്ളവനായിരുന്നു. അവന്റെ ഭയം എന്ന് പറയുന്നത് അവരുടെ ആ കൂട്ടത്തിൽ തന്നെ ജനിച്ചു വളർന്നവനായതുകൊണ്ട് ഇവർ എന്റെ വാക്ക് കേൾക്കുമെന്നൊക്കെ ഉള്ളതായിരുന്നു അവന്റെ ഭയം. പക്ഷെ ദൈവം അവനോട് പറഞ്ഞ, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കെ, മോശയോട് കൂടെ ഞാൻ എങ്ങനെ ഇരുന്നുവോ അതുപോലെ തന്നെ ഞാൻ നിന്റെ കൂടെയും ഇരിക്കും. ആ ഒരു വാഗ്ദത്തം അവന്റെ ഹൃദയത്തിൽ ദൈവം ധൈര്യമായിട്ട് കൊടുത്ത് ആ ജനത്തിന്റെ നടുവിൽ അവനെ നായകനാക്കി മുന്നോട്ട് നടത്തി. ആമേൻ സ്തോത്രം. അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ വലിയ ഉപദ്രവങ്ങൾ, വലിയ പീഡനങ്ങൾ, വലിയ ഭീഷണികളൊക്കെ ഉണ്ടായി. ആമേൻ ചിലർ രക്തസാക്ഷികളായി. ആമേൻ എന്നാൽ അതിന്റെ ഇടയിൽ സഭ വളർന്നുകൊണ്ടിരുന്നു. ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്, എവിടെ സഭ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവോ അത് പൂർവാധികം ശക്തിയോടെ, കാരണം ഈ എഴുന്നേറ്റ് വരുന്ന ശക്തി മാനുഷ്യ ശക്തിയല്ല, ഈ എഴുന്നേറ്റ് വരുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. അതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന്. ഇത് മരിച്ചാൽ പോലും മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തി. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്റെ സാക്ഷികളാകണം. യേശുവിന്റെ മരണത്തിന്റെ മാത്രം സാക്ഷികളല്ല, യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെയും സാക്ഷികളാണ് ഞാനും നിങ്ങളും. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം പ്രസംഗിക്കുമ്പോൾ തന്നെ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, സുവിശേഷത്തിനകത്ത് അതും അടക്കപ്പെട്ടിരിക്കുക. യേശുക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് മാത്രമല്ല സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താ? ദാവീദിന്റെ വംശത്തിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, അവനായ എന്റെ സുവിശേഷം. അപ്പോൾ ദൈവസഭയ്ക്കെതിരെ ശത്രു ഉപദ്രവങ്ങൾ, ഭീഷണികൾ, എതിർപ്പുകൾ ഒക്കെ ആമേൻ സ്തോത്രം എല്ലാ കാലത്തും ആമേൻ നയിച്ചും നടത്തിയും കൊണ്ടിരിക്കുന്നു. നമുക്ക് 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 17-18 വാക്യങ്ങൾ. Acts of the Apostles chapter 4, 17 and 18. എങ്കിലും അത് കിടത്തിൽ അധികാരം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയുമരുത് എന്ന് കൽപ്പിച്ചു. ഇവിടെ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ സുവിശേഷ പ്രവർത്തനവുമായി യെരുശലേമിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മുമ്പോട്ട് വരുമ്പോൾ അവിടെയുള്ള മതപുരോഹിതര് പറയുകയാണ്, ഈ നാമത്തിൽ ഇവിടെ സംസാരിക്കണ്ട, ഈ നാമം ഇവിടെ ഉച്ചരിക്കണ്ട. കർത്താവ് പറഞ്ഞ കൽപ്പന എന്താണ്? നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളവും പോയി ആരെയെല്ലാം കാണുന്നുവോ. ദൈവമക്കളെ, ഈ ഒരു കൽപ്പന നമ്മുടെ മേൽ കിടക്കുക. എവിടെ ത്രട്ടണിങ് ഉണ്ടോ, എവിടെ ഭീഷണി ഉണ്ടോ, എവിടെ അരുതെന്ന് പറയുന്നുവോ അവിടെയും ദൈവത്തിന്റെ കൽപ്പന നമ്മുടെ മേൽ കിടക്കുക എന്ന് ആരും മറന്നു പോകരുത്. അയ്യോ, എനിക്ക് പറയാൻ കഴിയുന്നില്ല, എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ നമുക്ക് ആമേൻ ആർഗ്യൂ ചെയ്യാം. പക്ഷെ ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആമേൻ സ്തോത്രം എവിടെയെല്ലാം നിങ്ങൾക്കൊരവസരം കിട്ടുന്നുവോ അവിടെ ഒന്നും വിളക്ക് കത്തിച്ചിട്ട് പറയുടെ കീഴിൽ വെക്കരുത്, അത് തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. ഇരുട്ടിൽ കിടക്കുന്നവർക്ക് വെളിച്ചമുണ്ടാകേണ്ടതിന് യേശുക്രിസ്തുവിനെ ആമേൻ അവന്റെ രക്ഷയെക്കുറിച്ച്, അവന്റെ ക്രൂശ് മരണത്തിലൂടെ ലഭിക്കുന്ന വിടുതലിനെ കുറിച്ച്, പാപത്തിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചൊക്കെ നാം മറ്റുള്ളവരോട് അറിയിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ യഹൂദ മതപുരോഹിതര് പറയുകയാണ്, നിങ്ങൾ മര്യാദയ്ക്ക് വേണമെങ്കിൽ ഇവിടെ ജീവിച്ചു, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ ആത്മീയതയും നിങ്ങളുടെ ഭക്തിയുടെ കാര്യമൊന്നും ഇവിടെ ആരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആമേൻ, ഇതാണ് അവർക്ക് കിട്ടിയ കൽപ്പന. പക്ഷെ അവിടെ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലനായ പത്രോസ് അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടി നമുക്ക് തിരുവഴുത്തിലൂടെ തന്നെ കാണാം. ആമേൻ സ്തോത്രം. അതിന്റെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് തന്നെ ഒന്ന് വന്നാട്ട് അതിന്റെ 5-ാം അധ്യായം 27-28 വാക്യങ്ങളെന്ന് വായിച്ചാട്ട്. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി. മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരൂശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു, ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം കൂടെ.
അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പനയാണത്. ക്രിസ്തുയേശുവിന്റെ കൽപ്പനയാണ്, ആമേൻ, സ്തോത്രം, മറ്റുള്ളവരെ അവനെ കുറിച്ച് അറിയിക്കുക എന്നുള്ളത്. ആമേൻ. ഇവർക്ക് കിട്ടിയിരിക്കുന്ന കൽപ്പന എന്താ? മാനുഷ കൽപ്പനയാണ്. ദൈവകൽപ്പന അവരുടെ മേൽ കിടക്കുന്നു. എന്താണ് ആ കൽപ്പന? നിങ്ങൾ എന്നെ കുറിച്ച് ലോകത്തിന്റെ അറ്റത്തോളവും സാക്ഷികളാകണം. എന്നാൽ ഇവിടെ ഇവർക്ക് കിട്ടിയിരിക്കുന്ന കൽപ്പന, ഇന്ന് നാം ജീവിക്കുന്ന ലോകത്തിൽ ഇതുപോലുള്ള പല സംഭവങ്ങളുണ്ട്. ദൈവകൽപ്പന നമ്മുടെ മേൽ കിടപ്പുണ്ട്. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം, മനഃപൂർവ്വം അല്ലെങ്കിലും അത് എൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ഈ സുവിശേഷം എല്ലായിടത്തും എത്തരുത്. ഇതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. പിശാച് വാസ്തവത്തിൽ ഡയറക്റ്റ് ഒരു ഇന്റർവെൻഷൻ അല്ല നടത്തുന്നത്. മനുഷ്യരെ കൂട്ടുപിടിച്ചുകൊണ്ട്, ആമേൻ, സ്തോത്രം, മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഒരു സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് പിശാച് അവന്റെ അജണ്ട നടപ്പാക്കുകയാണ്. പിശാചിന് ഒരു കാര്യം അറിയാം. ഏതെങ്കിലും ഭവനത്തില്, ഏതെങ്കിലും വ്യക്തിയില്, ഏതെങ്കിലും ദേശങ്ങളിൽ ക്രിസ്തു പ്രസംഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ക്രിസ്തുവിന്റെ രക്ഷ എവിടെ എത്തിയാലും ദേശത്തൊരു വിടുതലുണ്ടാകും, വ്യക്തികൾക്ക് വിടുതലുണ്ടാകും, ഭവനത്തിൽ വിടുതലുണ്ടാകും. സാത്താന്റെ പിടിയിൽ കിടക്കുന്ന ജീവിതങ്ങൾ അവനെ വിട്ടിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയും. ആമേൻ, സ്തോത്രം. ഇത് പിശാച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിന് വേണ്ട എല്ലാ പരിപാടികളും ആമേൻ, വിശ്വാസത്തിലേക്ക് പ്രത്യേകിച്ചും വരാനിരിക്കുന്നവരും വിശ്വാസത്തിൽ ആരംഭം കുറിച്ചവരും വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരുമായ ഒരു കൂട്ടത്തോടാണ് പിശാചിന്റെ പോരാട്ടമുള്ളത്. അവന്റെ പിടിയിൽ കിടക്കുന്ന ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വരാത്ത ആരെക്കുറിച്ചും പിശാചിന് യാതൊരു ഭാരവും ഇല്ല. കാരണം അവർ ഓൾറെഡി പിശാചിന്റെ പോക്കറ്റിൽ കിടക്കുകയത്രേ. അങ്ങനെയെങ്കിൽ ഇവിടെ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരോട് പറയുകയാണ്, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത്. ആമേൻ, സ്തോത്രം. അവരെ ശാരീരികമായി പീഡിപ്പിച്ചു, ജയിലറുകളിൽ കൊണ്ടുപോയി ഇട്ടു. ആമേൻ, സ്തോത്രം. എന്നാൽ അവിടെ ദൈവം അവരോട് കൂടെ ഇരുന്നു കൊണ്ട്, ദൈവം കൊണ്ട് പറയട്ടെ, നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നാം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് പ്രയാസങ്ങളൊക്കെ നേരിടാം, ബുദ്ധിമുട്ടുകൾ നേരിടാം. എന്നാൽ ദൈവം കൂടെ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കും. അതിനിടയിൽ ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഒരു മുടന്തന് സൗഖ്യം കൊടുത്തത്. ഈ മുടന്തന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, സ്തോത്രം. എന്താണ് അവർ പറഞ്ഞതെന്നൊന്ന് നോക്കുക. അതാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ചത്. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചു. 4:16. പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല. എങ്കിലും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവം അവരോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുക. എന്നാൽ അവിടെയും പറയുന്ന ഒരു വാക്ക് തുടർന്ന് പറയുന്നു, എങ്കിലും ഇത് അധികം പേരിൽ പരക്കാതിരിക്കാൻ. നോക്കുക, ഒരു ബലഹീന മനുഷ്യൻ ബന്ധിക്കപ്പെട്ടവനായി കിടക്കുകയാണ്. ആ മനുഷ്യനെ കുറിച്ച് ഇവർക്കാർക്കും ഒരു കൺസേൺ ഇല്ല. എന്നാൽ സുവിശേഷവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ദേശത്ത്, ആ യെരുശലേമിൽ ശിഷ്യന്മാര് ക്രിസ്തുവിനെ പരസ്യമാക്കുവാൻ, പ്രസിദ്ധമാക്കുവാൻ അവർ മുമ്പോട്ട് സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ ദൈവം അവരുടെ വാക്കുകളെ, അവരുടെ നാവിലൂടെ വന്ന സുവിശേഷത്തെ ഞാനാണ് അവരെ അയച്ചതെന്നും അവർ സംസാരിക്കുന്നത് എൻ്റെ വാക്കുകളാണെന്നും ജനത്തിന്റെ മുമ്പാകെ സ്ഥിരീകരിപ്പാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. ഈ അത്ഭുതവും അടയാളവും കണ്ടിട്ടും അത് യേശുവിന്റെ നാമത്തിലാണ് നടന്നതെന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതാണ് അവർ പറയുന്നത്, നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ പ്രത്യക്ഷമായ ഒരു അടയാളം നടന്നിരിക്കുന്നു. ഈ അടയാളം അവർ കണ്ടിട്ടും അവർക്ക് ഈ ഒരു, ആമേൻ, സ്തോത്രം, ഐഡിയോളജി അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷ അവിടെ പ്രസിദ്ധമാക്കണ്ട. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അവരുടെ പിന്നിലുള്ള മാസ്റ്റർ മൈൻഡ് ആരാണ്. ആമേൻ. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. സുവിശേഷത്തിന് എവിടെ, അത് ഏത് മതമായാലും ഏത് സംഘടനയായാലും സുവിശേഷത്തിനെതിരായിട്ട് എഴുന്നേറ്റാൽ അതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് പിശാചാണ്. ഒരുപക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ കുറെ നാളുകൾക്ക് മുമ്പ് ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുറച്ച് പെന്തിക്കോസുകാർ നിങ്ങളാ സകല പ്രശ്നം ഉണ്ടാക്കുന്നത്.
നിങ്ങൾ ഈ സുവിശേഷം എന്നും പറഞ്ഞ് വടക്കേണ്ടിയെല്ലാം ചെന്ന് മനുഷ്യരെ എല്ലാം മതം മാറ്റുന്നത് കൊണ്ടല്ലേ ഈ പ്രശ്നം ക്രിസ്ത്യാനിക്ക്. ഞങ്ങൾക്ക് നേരത്തെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ സ്കൂളും ഒക്കെ നടത്തി, ഞങ്ങള് ആമേൻ സ്തോത്രം പിന്നെ കോളേജും നടത്തി, ഞങ്ങൾ കാര്യങ്ങൾ സുഗമമായിട്ട് പൊക്കോണ്ടിരുന്ന ഇടത്ത് നിങ്ങൾ കുറച്ചു പേര് സുവിശേഷ ആണെന്നും പറഞ്ഞ് വടക്കേണ്ടിയിലെല്ലാം പോയി അവിടെ മനുഷ്യരെ മതം മാറ്റി. നോക്കുക, ആ ക്രിസ്ത്യാനിയുടെ നാവിൽ വന്ന വാക്കാണിത്. ക്രിസ്ത്യാനിയോട് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂലോകത്തുള്ള സകല മനുഷ്യരോടും പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞ ക്രിസ്ത്യാനിയുടെ നാവിൽ പോലും പറയുന്ന എന്താണ്? സുവിശേഷം അറിയിക്കുന്ന നിങ്ങൾ മുഖാന്തര പ്രശ്നം. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാസ്റ്റർ മൈൻഡ് പിശാചാണെന്ന് തിരിച്ചറിയുക. എവിടെ സുവിശേഷത്തിന് എതിരായിട്ട് ആരെഴുന്നേറ്റാലും, അതെത്ര വലിയ പ്രഗത്ഭനായാലും പഠിത്തമുള്ളവനായാലും പേരുകൊണ്ട് ക്രിസ്ത്യാനി ആയാലും ക്രിസ്തീയ സംഘടന ആയാലും, സുവിശേഷീകരണത്തിന് എതിരായിട്ട് ആരെഴുന്നേറ്റാലും അതിന്റെ പിന്നിൽ പിശാചാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ബുദ്ധിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഗമാലിയേൽ. ആ ഗമാലിയേൽ എന്ന് പറഞ്ഞ ആള് ഒരു പരിധിവരെ ദൈവഭയമുള്ള മനുഷ്യനായിരുന്നു. അവൻ വാസ്തവത്തിൽ യേശുവിൽ വിശ്വസിച്ചു ഒന്നുമില്ല. ആമേൻ സ്തോത്രം. അവൻ യഹൂദ മതത്തിൽ തന്നെ യഹോവയാം ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ഇനി ഒരു രക്ഷകൻ വരുമെന്നുള്ള വിശ്വാസത്തിലാണ് അവൻ ജീവിച്ചതെങ്കിലും ശിഷ്യന്മാരിലൂടെ വെളിപ്പെട്ട ചില ദൈവകൃപയുടെ പ്രദർശനം കണ്ടപ്പോൾ അവൻ ആമേൻ സ്തോത്രം ഇവരുടെ വിഷയത്തിൽ യഹൂദന്മാർക്ക് കൊടുക്കുന്ന ഒരു ബുദ്ധിയുപദേശമുണ്ട്. നോക്കുക, ഇവിടെയും നോക്കുക, തിരിച്ചറിവ് വരുത്താൻ വേണ്ടി ദൈവം എപ്പോഴും മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന രീതി നോക്കുക. 5-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് 5-ന്റെ 39, 40, 41 വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. ഉള്ള വാക്കൂടെ ചേർത്ത് വായിച്ചേട്ടെ. ആകയാൽ ഈ മനുഷ്യരെ വിട്ട്, അതിന്റെ മുമ്പിലുള്ള വാക്യം, ആകയാൽ ഈ മനുഷ്യരെ വിട്ട്. അതില്ലല്ലോ. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. വാസ്തവത്തിൽ ഗമാലിയേൽ എന്ന് പറയുന്ന മനുഷ്യൻ യഹൂദനാണെങ്കിൽ ഇതൊരു ദൂതാണ്. ഇത് വാസ്തവത്തിൽ ഒരു ദൈവിക ദൂതാണ്. എന്താണ് ആ മനുഷ്യൻ പറയുന്നത്? അത് ഒരു വിലപ്പെട്ട ദൂതാണ്. അദ്ദേഹം പറയുകയാണ്, ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് താനെ നശിച്ചു പോയിക്കോളും. അതിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് അത് ദൈവികമാണെങ്കിൽ നിങ്ങൾക്കത് നശിപ്പിക്കാൻ കഴിയത്തില്ല. നോക്ക്, അവരിലുള്ള ഒരാളെ കൊണ്ട് ദൈവം സംസാരിപ്പിക്കുക. ദൈവം പിശാച് അവിടെ ശക്തമായിട്ട് ദൈവസഭയ്ക്കെതിരെ എഴുന്നേൽക്കുമ്പോഴും അവരുടെ കൂട്ടത്തിൽ നിന്ന് ദൈവം ഒരാളെ എഴുന്നേൽപ്പിച്ചിട്ട് ദൂത് കൊടുക്കുക. അവരോട് പറയുകയാണ്, ഇതിന്റെ പിന്നാലെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട, ഇത് മാനുഷ്യമാണെങ്കിൽ ഇത് തന്നെ പൊക്കോളും. ദൈവമക്കളെ, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി 2023 വർഷമായി മാനുഷ്യമായിരുന്നു ഇതെന്നേ തീർന്നു പോയനെ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, ഇത് ദൈവത്താൽ സ്ഥാപിതമായത് കൊണ്ടാണ് വലിയ വലിയ ഭരണകൂടങ്ങള്, വലിയ വലിയ കമ്മ്യൂണിസങ്ങള് ഈ ക്രിസ്ത്യാനിറ്റിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. അവരെല്ലാം തീർന്നു പോയെന്നല്ലാതെ ബൈബിളിന് മാറ്റം വന്നിട്ടില്ല, ക്രിസ്ത്യാനിറ്റിക്ക് മാറ്റം വന്നിട്ടില്ല. രക്ഷയുടെ ദൂത് ഇന്നും ലോകത്തോട് ദൈവം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഗമാലിയേൽ അന്നേ പറയാനിടയായി, ഇതൊരു മാനുഷിക ആലോചനയാണെങ്കിൽ മനുഷ്യ ബുദ്ധിയിൽ നിന്ന് ഉരുവായ, കാരണം യേശുവിനെ മനുഷ്യനായിട്ട് അവർ കണ്ട് അത് അവനിൽ നിന്ന് വന്ന ആലോചന മാനുഷ്യമാണെങ്കിൽ അത് തീർന്നു പൊക്കോളും. നമ്മൾ അതിനൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഈ മനുഷ്യരെ ഉപദ്രവിക്കുകയും തർജ്ജനം ചെയ്യുക ഒന്നും വേണ്ട, തന്നെ നിന്നു പോകും. എന്നാൽ അത് ദൈവത്തിൽ നിന്നുള്ള ആലോചനയാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ടും താഴോട്ട് വായിച്ചോട്ടെ. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. കേട്ടയച്ചു. നോക്കുക, ദൂത് കേട്ടിട്ടും എന്ത് വന്നില്ല? ഈ ദൂത് അവരെ ദൈവം അറിയിച്ചിട്ടും അവർക്ക് ഒരു മാറ്റം ഇവിടെ ഉണ്ടായില്ല. ഇത് ദൈവികമാണെങ്കിൽ ഇത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവികമാണെന്ന് രണ്ടാമത്തെ ഒരു അനുഭവമാണ്. ആദ്യത്തെ അനുഭവം എന്താണ്? അവിടെ ഒരു അത്ഭുതം നടന്നു അവരുടെ കണ്ണിന്റെ മുമ്പിൽ. അവരെന്നും കണ്ടുകൊണ്ടിരുന്ന ഒരു മുടന്തനായ മനുഷ്യൻ
ആമേൻ സ്തോത്രം, സൗഖ്യം പ്രാപിച്ചു. അതൊന്നാമത്തെ അടയാളം. രണ്ടാമത് അവർക്ക് ദൈവം ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് ദൂത് കൊടുക്കുകയാണ്, ദൈവികമാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ദൈവത്തോട് മറുതലിക്കുന്നവരായി മാറാൻ ഇടയാകുമെന്ന് ആമേൻ സ്തോത്രം അവരോട് പറയാനിടയായി. എന്നാൽ അവര് വീണ്ടും അവരെ ഉപദ്രവിച്ചു. അപ്പോൾ ഈ ഉപദ്രവിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഡിസ്കറേജ് ചെയ്യുകയാണ്. ഈ പരിപാടി ഇനി നടത്തരുത്, ഈ സുവിശേഷീകരണം ഇനി ഉണ്ടാകരുത്. ഇതിന്റെ പിന്നിൽ പിശാചാണ് പ്രവർത്തിക്കുന്നത്. കാരണം ദേശത്ത് സുവിശേഷം കേട്ടാൽ, ഭവനങ്ങളിൽ സുവിശേഷം എത്തിയാൽ, വ്യക്തികൾ സുവിശേഷം കൈക്കൊണ്ടാൽ അവര് പിശാചിനെ വിട്ട് വെളിയിൽ വരികയാണ്. അതുവരെ അവരെ റൂള് ചെയ്തുകൊണ്ടിരുന്ന അധികാരിയെ വിട്ടിട്ട് അവർ ദൈവത്തെങ്കിലേക്ക് തിരിയാനിടയാകുകയാണ്. ഇനി നോക്കുക 6-ാം അധ്യായത്തിന്റെ, എന്നാൽ അപ്പസ്തോലന്മാരുടെ ആ ഒരു മനോഭാവം നമ്മൾ നോക്കുക. അവരെ അടിപ്പിച്ചു, ഇനി നിങ്ങൾ സംസാരിക്കരുത്. അടിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു അടി കൊടുത്തു, ചൂരവടി എടുത്തിട്ട് പിള്ളേരുടെ കയ്യിൽ ഒരു അടി കൊടുത്തു എന്നുള്ള അർത്ഥത്തിലല്ല. അവരെ ശരിക്കും പെരുമാറി, അവരെ നല്ല രീതിയിൽ ഉപദ്രവിച്ച് ആ ഉപദ്രവത്തോടെ അവരെ വിട്ടപ്പോൾ അവരുടെ മനോഭാവം നോക്കുക. ആ ഉപദ്രവം കിട്ടിയതിന്റെ മനോഭാവം 41-ാം വാക്യം വായിച്ച്. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഇതാണ് ദൈവകൃപയുടെ വലിപ്പം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ശരീരത്തിൽ ഉപദ്രവം ഉണ്ടാകുമ്പോൾ അവര് തിരുനാമത്തിന് പ്രതി ഇങ്ങനൊരു അപമാനം ഉണ്ടായതിൽ അവർ സന്തോഷിച്ചു. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ബ്യൂട്ടി. അവരോട് ഒരു വെറുപ്പുമില്ല, അവരോട് ഒരു പ്രതികാര ബുദ്ധിയില്ല. ദൈവമക്കളെ, ഇതാണ് സുവിശേഷം മനുഷ്യനെ കൺസ്യൂം ചെയ്യുന്നതിന്റെ കാരണം ഇവരെ ഇത്രയും ശാരീരികമായി ഉപദ്രവിച്ചിട്ടും അവരുടെ മനോഭാവം നോക്കുക. ക്രിസ്തു ഒരു വ്യക്തിയിൽ രൂപപ്പെട്ട് കഴിയുമ്പോൾ നമ്മിൽ ഉണ്ടാകേണ്ട ഒരു അപ്രോച്ചാണിത്. ശരീരത്തിന് ഒരു ഉപദ്രവം നേരിട്ടാൽ മനുഷ്യര് ആമേൻ സ്തോത്രം ശരീരം കൊണ്ട് പ്രതികരിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ ഇത്രയും ഉപദ്രവം ഉണ്ടായിട്ടും അവര് അതിനെ സന്തോഷത്തോടെ കർത്താവിന്റെ നാമത്തെ പ്രതി സഹിക്കാൻ ഇടയായല്ലോ. ആമേൻ, അതിന് ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. യേശുവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ ദൈവം ഞങ്ങൾക്കൊരു അവസരം തന്നല്ലോ. നോക്കുക, സിറ്റുവേഷനെ അവർ ഏത് രീതി കണ്ടെന്ന് നോക്കുക. അവരുടനെ ഇതിനെ വലിയൊരു ഇഷ്യൂ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപദ്രവം നേരിട്ടു, ഉടനെ വലിയൊരു പബ്ലിസിറ്റിയും കൊടുത്ത് ആ വലിയൊരു സെന്റിമെന്റൽ ഫീലിംഗും ഉണ്ട്. അവരതൊന്നും ചെയ്തില്ല. അവരതിനകത്ത് സുവിശേഷീകരണത്തിനകത്ത് ഇതും ഉണ്ടെന്ന് അവരങ്ങ് ആഡ് ഓൺ ചെയ്തു. കാരണം കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ നിങ്ങളെ എനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ പകച്ച ഈ ലോകം നിങ്ങളെയും പകയ്ക്കും, നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് ശത്രുക്കളായി മാറും. ഇതെല്ലാം കർത്താവ് ഓൾറെഡി പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷീകരണത്തിന്റെ ഭാഗമായി ഇവരെവിടെയെല്ലാം കടന്നു ചെന്നുവോ, ഉപദ്രവങ്ങൾ നേരിട്ടുവോ, ഒരിക്കലും അവരുടെ ഉള്ളിൽ ഒരു പ്രതികാര ബുദ്ധി ഉണ്ടായില്ല. അവരുടനെ സന്തോഷിച്ചുകൊണ്ട് അവർ വെളിയിലേക്ക് വന്ന് എന്ത് ചെയ്തു? പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീട് തോറും വിടാതെ ഉപദേശിക്കും. എവിടെ കിടക്കുന്ന തർജ്ജനം? ഇനി ആ നിന്റെ നാമത്തെ സംസാരിക്കരുതെന്ന് പറഞ്ഞു വിട്ട് അവർ ദൈവകൽപ്പനയെ അനുസരിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഈ ശാരീരിക പീഡനവും ഈ സമ്മർദ്ദവുമെല്ലാം സുവിശേഷം മുന്നോട്ട് വരരുത്. പിശാച് എല്ലാ കാലത്തും ആഗ്രഹിക്കുന്ന, ഇപ്പൊ ഭവനങ്ങളിൽ മീറ്റിംഗ് നടക്കുമ്പോ ചില ജാതീയ ശക്തികൾ വന്നിട്ട് പറയും, ഇനി ഈ വീട്ടിൽ മീറ്റിംഗ് പാടില്ല. വാസ്തവത്തിൽ ഈ ഭീഷണി എന്ന് പറയുന്നത് സുവിശേഷം ആ ദേശത്തിന് കേൾക്കണ്ട, അവൻ ആരും ദൈവിക കൂട്ടായ്മ അനുഭവിക്കണ്ട. ഇത് ഈ ഒരു സമ്മർദ്ദം എല്ലാ കാലത്തും പിശാച് പണ്ട് തൊട്ടേ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. എവിടെയെല്ലാം ക്രിസ്തുവിനെ ഉയർത്താനുള്ള അവസ്ഥ വരുന്നുവോ അതിനെ തടസ്സപ്പെടുത്തുക. കാരണം അവൻ ആ ദേശത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആ ദേശത്തിന്റെ മേൽ അവൻ വാണുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം പിശാചിനെ കുറിച്ച്. പിശാച് വാസ്തവത്തിൽ ഓരോ ഇടങ്ങളിൽ ഓരോ ദേശത്തെ അടക്കി വാഴുന്നുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെന്ന് നോക്കുക, അവിടെയുള്ള, ഞാൻ നിങ്ങളുടെ ഒരു ചിന്തയ്ക്ക് വേണ്ടി തരിക, ചില ഏരിയ നമ്മൾ നോക്കുക, അവിടെ വ്യഭിചാരികൾ ഒരുപാട് കാണും. ചില ഏരിയ നോക്കുക, അവിടെ മദ്യപന്മാർ ഒരുപാട് കാണും. ചില ഇടങ്ങളിൽ നോക്കുക, അവിടെ ഒരുപാട് സൂയിസൈഡ് നടക്കും. ഇതൊക്കെ ഇതിന്റെ എല്ലാം പിന്നിൽ ആരുണ്ട്? അപ്പോൾ ആ ഏരിയ മുഴുവൻ പിശാച് അടക്കി വാഴുകയാണ്. അങ്ങനെയുള്ള ഇടങ്ങളിൽ സുവിശേഷം എത്താൻ ഒരിക്കലും പിശാച് നമുക്ക് അവിടേക്ക് വരുന്നുണ്ട്.
നമ്മൾ ദൈവവചനത്തിൽ കൂടെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ആമേൻ. ഇനി നമുക്ക് 6:7 ഒന്ന് വായിച്ചോട്ട്. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഏതിന്റെ ഇടയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭാഗത്തൂടെ തർജ്ജനമുണ്ട്. റോമൻ ഭരണകൂടം ഇവർക്കെതിരെ നിൽക്കുകയാണ്. ഒരിടത്തും ക്രിസ്തുവിനെ പ്രസംഗിക്കാനുള്ള അനുവാദമില്ല. എവിടെ കണ്ടാലും പിടിച്ചകത്താക്കും. ഇതിന്റെ ഇടയിലാണ് ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവമക്കളെ, ഇന്നും ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന എന്തൊക്കെയാണ്? യുപിയില് ആരെങ്കിലും ഒക്കെ അകത്ത് പോയി, ഡൽഹിയിൽ ആരൊക്കെയോ പ്രശ്നമുണ്ടായി. പക്ഷെ സഭ വളരുന്നുണ്ട്. ഈ പീഡനങ്ങളും ഈ പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ജനം ദൈവത്തെ അറിയുന്നുണ്ട്. ഈ വാക്യം നമ്മൾ ചിന്തിച്ച ദൈവവചനം പരന്നു. അവൻ പരക്കാൻ ഇടയാകാതാണ് ഈ തടസ്സങ്ങൾ കൊണ്ടുവരുന്നത്. ദൈവവചനം ആ ദേശത്ത് പരക്കരുത്. യേശുവിന്റെ സുവിശേഷം ജനം അറിയരുത്. ഇതാണ് പിശാചിന്റെ അജണ്ട. അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും. അത് ഭീഷണിയുടെ രൂപത്തിലോ ഉപദ്രവത്തിന്റെ രൂപത്തിലോ രാജ്യത്തിന്റെ ഒരു നിയമത്തിന്റെ രൂപത്തിലോ ഒക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത കൊടിയ പീഡനം നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ ചിന്തിപ്പിക്കുന്നതിന്റെ കാര്യം പിശാചിന്റെ പ്രവർത്തനമായത്. നമ്മള് പിശാചിന്റെ സുവിശേഷത്തിനെതിരെയുള്ള പിശാചിന്റെ പ്രവർത്തനത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ പോലും സുവിശേഷം ശരിയായ രീതിയിൽ ഡെവലപ്പ് ആകാതിരിക്കാൻ പിശാച് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ വ്യക്തമായ തെളിവുകൾ നമുക്കുണ്ട്. അതായത് ദൈവം നമ്മെ ആത്മീയമായിട്ട് വളർത്താൻ ആഗ്രഹിക്കുമ്പോൾ, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുമ്പോൾ അതിനെതിരെ അതൊന്നും വേണ്ട. അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പോയി കുറെ നാൾ മുമ്പ് ഒരാളോട് പറഞ്ഞു, സുവിശേഷം കൂടുതൽ ഇങ്ങനൊക്കെ ആയിക്കഴിഞ്ഞാൽ, എക്സ്ട്രീം ആയിക്കഴിഞ്ഞാൽ മെന്റലായി പോകും. ഇത് ആര് പഠിപ്പിച്ചു കൊടുത്ത ബുദ്ധിയാണ്? മെന്റലായി പോകും എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൈവത്തോട് അടുത്തിടപഴകിയാൽ മെന്റലായി പോകും. ഈ രീതിയിൽ ആ പിശാച് മനുഷ്യന്റെ തലയ്ക്കകത്ത് പ്രവർത്തിക്കുന്നത്. ഇവിടെ സുവിശേഷം പരന്നു. അവൻ അവിടെ കേൾക്കുക. പള്ളിയിലച്ചന്മാര് വരെ, യഹൂദ മത പുരോഹിതന്മാര് വരെ കൺവേർട്ടഡ് ആയി ക്രിസ്ത്യാനിറ്റിയിലേക്ക്. ഏതിന്റെ നടുവിൽ? ആ മതപുരോഹിതന്മാർ ജനത്തെ അപ്പസ്തോലന്മാരെ തർജ്ജനം ചെയ്ത് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞതിന്റെ ഇടയിലാണ് ആമേൻ സ്തോത്രം അവിടെ സ്നാന ശുശ്രൂഷകൾ നടക്കുന്നു. അവിടെ ആമേൻ സ്തോത്രം മാനസാന്തര അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. ഇനി 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. അതാണ് നമ്മൾ വായിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 1 മുതൽ 4 വരെ. അവനെ കൊല ചെയ്ത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ രണ്ടാമത്തെ, അത് യേശുവിന് ശേഷമുള്ള ആദ്യത്തെ രക്തസാക്ഷിയ സ്തേഫാനോസ്. സ്തേഫാനോസിനെ, ജീവനുള്ള സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. ഈ പരസ്യമായ ഈ കാര്യം എന്തിനാ ചെയ്തെന്നറിയാമോ? ഇനിയും വരുന്നവർക്കെല്ലാം ഇതായിരിക്കും വരാൻ പോകുന്നത്. ഈ പരസ്യ വിചാരണയിലൂടെ എന്താണ് സന്ദേശം സമൂഹത്തിന് കൊടുത്തത്? ആര് യേശുവിന്റെ പേരും പറഞ്ഞ് നിൽക്കുന്നുവോ നിങ്ങൾക്കും ഇത് തന്നെ ആയിരിക്കും അനുഭവം. ഇതൊരുമാതിരി ഭയപ്പെടുത്തലാണ്. ക്രിസ്ത്യാനിറ്റിക്കകത്ത് എല്ലായ്പ്പോഴും ഉപദ്രവങ്ങൾ നേരിട്ടിട്ടുണ്ട്. അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒറ്റപ്പെടുത്തലും അപമാനവും നിന്ദയും ദുഷിയും പരിഹാസവും ഒക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതി പറഞ്ഞത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും നമുക്ക് ദൈവം വരം തന്നിരിക്കുന്നു. അപ്പോൾ സ്തേഫാനോസിനെ ഇവിടെ ശൗൽ മുഖാന്തരം കല്ലെറിഞ്ഞ്, ശൗലിന്റെ കൂടെ ഒരു സമ്മതത്തോടെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. ആദ്യത്തെ രക്തസാക്ഷിയാണ് നമ്മുടെ സ്തേഫാനോസ്. എന്നാൽ ഈ ഉപദ്രവം യെരൂശലേമിൽ ഉണ്ടായപ്പോൾ അപ്പസ്തോലന്മാരൊഴികെ ബാക്കി എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി. ചിതറിപ്പോയവർ എന്ത് ചെയ്തു? അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നോക്കുക, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ആത്മാവുള്ള ദൈവത്തിന്റെ മക്കൾ ചെയ്യുന്ന ചിതറിപ്പോയി.
ചിതറിപ്പോയവർ എന്ത് ചെയ്തു? 4-ാം വാക്യം വായിച്ച്. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. എവിടേക്കൊക്കെ ചിതറപ്പെട്ടോ അവിടെ എല്ലാം ചെന്ന് ഈ സുവിശേഷം അറിയിക്കാനിട. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഒരു സ്ഥലം നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് നിങ്ങൾ പൊക്കോണം. ഒരു സ്ഥലത്ത് നിങ്ങൾ ഉപദ്രവം നേരിടേണ്ടി വരുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോണം. ചിതറപ്പെട്ടവർ പോയി. അൾട്ടിമേറ്റ്ലി ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ഉപദ്രവത്തെ തടുക്കുക എന്നുള്ളതല്ല, സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിനകത്തുള്ള കാര്യങ്ങളാണ്. ചിലർ ഇത് എല്ലാവർക്കും ഉപദ്രവം നേരിടണമെന്നൊന്നും ചിന്തിക്കരുതേ. എല്ലാവരും കൊല്ലപ്പെടുന്നില്ല, എല്ലാവരും രക്തസാക്ഷിയാകുന്നില്ല. ചിലർ രക്തസാക്ഷികളാകുന്നു, ചിലർ ഉപദ്രവിക്കപ്പെടുന്നു. എന്നാൽ ചിലർ ഉപദ്രവിക്കപ്പെട്ടത് കൊണ്ട് അതിന്റെ അർത്ഥം ഈ കാര്യം അങ്ങ് നിന്നു പോകുന്നല്ല. എല്ലാവരെയും ഒരു രീതിയിലല്ല ദൈവം കണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 1 മുതൽ 3 വരെ കൂടെ വായിച്ചു. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അപ്പസ്തോലന്മാരിൽ പ്രമുഖരായ 3 പേരിൽ ഒരാളായ യാക്കോബ്. നമുക്കറിയാം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരായിരുന്നു നേതൃസ്തംഭങ്ങൾ. അതിൽ യാക്കോബ് അപ്പസ്തോലനെ ഹെരോദാവ് എന്ത് ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നത്? ഈർഷ്യവാളിന്, നമ്മുടെ തടിയൊക്കെ പണ്ട് കാലത്ത് അറക്കുന്ന പോലെ ഈർഷ്യവാളിന് അറുത്തു. എത്ര മൃഗീയമായിട്ടാണ് ഉപദ്രവിച്ചത്! എന്തിനാ ഇത്രയും ഡെൻസിറ്റി വെച്ചെന്നറിയാവോ? മനുഷ്യനെ ഭയപ്പെടുത്തുക. നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇതായിരിക്കും. ഈ പേരും പറഞ്ഞ് നടന്നാൽ നിങ്ങൾക്കെല്ലാം ഇതാ വരാൻ പോകുന്നു. അപ്പം യാക്കോബിനെ ഈർഷ്യവാളിന് അറുത്തത് യഹൂദന്മാർക്ക് വളരെ സന്തോഷം ജനിപ്പിച്ചെന്ന് കണ്ടിട്ട് പത്രോസിനെ പിടിച്ചപ്പോ എന്ത് ചെയ്തു? ജയിലിലിട്ടു. ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പത്രോസിന്റെ മേലുള്ള വിളിയല്ല, യാക്കോബിന്റെ മേലുള്ള വിളി. യാക്കോബിന്റെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അവൻ ഈർഷ്യവാളിനാൽ കൊല്ലപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവൻ കൊല ചെയ്യപ്പെട്ടത്. എന്നാൽ മനുഷ്യൻ കണക്ക് കൂട്ടിയത് എന്താണ്? അവനെ കൊന്നതുപോലെ ഇവനെയും ഞാൻ ഇല്ലായ്മ ചെയ്യും. എന്നാൽ പത്രോസ് യാക്കോബ് അല്ല. ഒരാൾക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും കയ്യാലപ്പുറത്ത് കയറിയിരിക്കരുത്. അവർക്കത് സംഭവിച്ചു, അതുകൊണ്ട് അത് എനിക്കും സംഭവിക്കുന്നു ചിന്തിച്ചേക്കരുത്. ഒരാൾക്ക് സംഭവിക്കുന്നതല്ല വേറൊരാൾക്ക് സംഭവിക്കുന്നത്. യാക്കോബിനെ ഈർഷ്യവാളിന് അറുത്തു, അതുകൊണ്ട് പത്രോസിന് അതുപോലെ അനുഭവം ഉണ്ടാകുമെന്ന് ചിന്തിച്ചേക്കരുത്. യാക്കോബിനെ ദൈവം രക്തസാക്ഷിയാകണമെന്നുള്ള ദൈവിക പ്ലാൻ അനുസരിച്ചാണ് അവനെ അതിലേക്ക് നടത്തിയത്. അവന്റെ ശുശ്രൂഷ കാലാവധി ദൈവം എവിടം വരെ വെച്ചോ അവിടെ കൊണ്ട് തീർന്നു. ലൈക്ക് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ അപ്പസ്തോലന്, യോഹന്നാൻ സ്നാപകന് എപ്പോൾ വരെയായിരുന്നു ദൈവം ശുശ്രൂഷ വെച്ചത്? യേശു വെളിപ്പെടുന്നത് വരെ. യേശു വെളിപ്പെട്ടപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ തീർന്നു. പിന്നെ അവനെ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഹിതമായിരുന്നു അവന്റെ തല വെട്ടി ശിരച്ഛേദം ചെയ്ത് മരിക്കണമെന്നുള്ള ദൈവിക പ്ലാനായിരുന്നു. അതിനാണ് അവനെ ജയിലിലാക്കുകയും അവിടെ ശിരച്ഛേദം നടക്കുകയും ഒക്കെ ചെയ്തത്. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം, ഇതൊക്കെ മനുഷ്യൻ ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ ഇതൊരു ദുർമരണമാണോ? ഈ മരണം എന്ന വിഷയവും ഞാൻ ഇന്ന് കുറെ നേരം ചിന്തിക്കാനിടയായി. ചിലരൊക്കെ ചെറുപ്രായത്തിൽ മരിക്കുന്നു, ചിലർ ക്യാൻസർ വന്ന് മരിക്കുന്നു, ചിലർക്ക് ചികിത്സ ലഭിച്ച് പിന്നെയും അവർക്ക് സൗഖ്യം കിട്ടുന്നു. എന്താ ഈ വേർതിരിവ്? ഞാനിതിൽ കുറച്ചു നേരം ഇരുന്ന് ചിന്തിച്ചു. അതായത് ചില വ്യക്തികൾക്ക്, അതിനകത്ത് ദൈവദാസന്മാരുണ്ട്, വിശ്വാസികളുണ്ട്, അവർക്ക് ചില രോഗങ്ങൾ വരുന്നു. ആ രോഗങ്ങൾ ചികിത്സിക്കുന്നു, ചികിത്സയിലൂടെ അത് സൗഖ്യം ലഭിക്കുന്നു. എന്നാൽ മറ്റു ചിലർക്ക് അത് ചികിത്സ ചെയ്യുന്നുണ്ടെങ്കിലും അവർ മരണത്തിന് സ്വതന്ത്രം ഏൽപ്പിക്കപ്പെടുന്നു. ദൈവം എന്താ ഈ വേർതിരിവ് വെച്ചിരിക്കുന്നത്? ദൈവമക്കളെ തിരിച്ചറിയുക, ഓരോരുത്തർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. അതിനിടയിൽ ദൈവം ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് അവരിൽ നിവൃത്തിയായി കഴിഞ്ഞാൽ, അവരുടെ സാക്ഷ്യം തികഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവർക്ക് ഈ ഭൂമിയിൽ പിന്നെ ഒരു സെക്കൻഡ് ഇല്ല.
സ്റ്റേഫാനോസ് എന്നവനെ ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പം ഇവനൊരു മാക്സിമം ഒരു 30 വയസ്സ് കാണും. ഇവനെ കർത്താവ് ഒരു 30 വർഷം കൂടെ അനുവദിച്ചിരുന്ന എത്ര പേരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നേനെ. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെയല്ല. ഓരോ വ്യക്തികളെ കുറിച്ച് ദൈവം എന്ത് കാണാൻ ആഗ്രഹിക്കുന്നുവോ അത് അവരിൽ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ സ്ഥാനമില്ല. പിന്നെ അവരെ അടുത്ത ലെവലിലേക്ക് അവർ പോവുകയാണ്. എന്നാൽ ഭൂമിയിൽ ശുശ്രൂഷ വീണ്ടും അവശേഷിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ വീണ്ടും ദൈവം ആയുസ് കൊടുക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് മുമ്പേ മരിച്ചവർ അല്ലെങ്കിൽ അവർ പാപികളായിരുന്നെന്നോ അല്ലെങ്കിൽ അവരുടെ പാപം കൊണ്ടാണ് അത് അവർക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചോന്നോ ഒന്നും ചിന്തിച്ചേക്കരുത്. ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്കകത്ത് വരുന്ന ബുദ്ധിയുടെ പ്രമാണം അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഭൂമിയിൽ ശുശ്രൂഷ ദൈവം വെച്ചിരിക്കുന്നിടത്തോളം ആ വ്യക്തിക്ക് ദൈവം ആയുസ് കൊടുത്ത് അവനിലൂടെ ചെയ്തെടുക്കേണ്ട സകല കാര്യങ്ങളും നിവർത്തിച്ച ശേഷമേ അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുള്ളൂ. എന്നാൽ ഒരു വ്യക്തിയിൽ തന്റെ ശുശ്രൂഷ കംപ്ലീറ്റഡ് ആയാൽ നമ്മൾ ചിലപ്പോൾ ആർഗ്യുമെന്റ്, ആ വ്യക്തിയിൽ എന്നാ ഇത്ര ചെയ്തത്? എക്സാമ്പിൾ പറയാം. നമുക്കിപ്പോ സ്റ്റേഫാനോസിനെ എടുത്താൽ, സ്റ്റേഫാനോസ് അധിക പ്രായമൊന്നും ആയില്ല, ആത്മീയത്തിൽ ഇത്ര വളർന്നെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ബൈബിള് പഠിക്കുന്ന ഏത് വ്യക്തിക്കും അറിയാം സ്റ്റേഫാനോസ് എന്ന വ്യക്തി വെടിക്കെട്ട സാധനമായിരുന്നു. നമ്മൾ അതിനെ ഒന്ന് പഠിക്കണം. അവൻ പ്രസംഗിച്ച ഒരു ഒറ്റ പ്രസംഗം എന്ന് പറഞ്ഞ ബൈബിള് മുഴുവൻ പ്രസംഗിച്ചു. അവിടെ യഹൂദന്മാരുടെ മുമ്പിൽ നിന്ന ഒരൊറ്റ പ്രസംഗം, അതായത് സ്റ്റേഫാനോസിന്റെ പ്രസംഗം ശരിക്കും നമ്മൾ പഠിക്കാൻ അതിന്റെ 7-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ വായിച്ചാൽ മതി. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ ഒരു സർമൻ നടത്തുന്നുണ്ട് സ്റ്റേഫാനോസ്. ആ സർമൻ എന്ന് പറയുന്നത് അത് അവന്റെ ആ ഒരു ആത്മീകതയുടെ ലെവലിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അവൻ ക്രിസ്തുവാകുന്ന തലയോളം വളർന്നു. അവനെ മേശമേൽ ശുശ്രൂഷിക്കേണ്ടതിനാണ് ദൈവം തെരഞ്ഞെടുത്തത്. എന്നാൽ അവിടുന്ന് അവനെ വിശ്വസ്തനായിട്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അടുത്ത ലെവലിലേക്ക് വന്നു. അവന്റെ സ്വഭാവവും അവന്റെ ആ ഒരു ഡിവൈൻ ക്യാരക്ടറിനെ ഒന്ന് നോക്കി. മരിക്കുന്ന സമയത്ത് യേശു പറഞ്ഞതുപോലെ അവൻ പറഞ്ഞു. എന്താ അവൻ പറഞ്ഞത്? കർത്താവേ, ഇവരുടെ മേൽ ഇടുത്തി വീഴണമെന്നല്ല പറഞ്ഞത്. മോശ അല്ലെങ്കിൽ ഏലിയാവ് തീ ഇറക്കിയ പോലെ ഇവന്മാരുടെ മേൽ തീ ഇറക്കണമെന്നല്ല പറഞ്ഞത്. ഇവരുടെ മേൽ ഈ കുറ്റം ആരോപിക്കരുത് എന്ന് പറഞ്ഞാൽ ക്രൂശിൽ യേശു കിടന്ന് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന സ്റ്റേഫാനോസ് പ്രാർത്ഥിക്കാനിടയായി. ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു പറഞ്ഞതുപോലെ കല്ലെറിഞ്ഞ് അവന്റെ ആത്മീയത അറിയണോ? കല്ലേറിനാൽ അവൻ മരണപ്പെടുന്നതിന് മുമ്പ് സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും അതാണ് അവന്റെ ആത്മീകതയുടെ ലെവൽ എന്ന് ഞാൻ പറഞ്ഞത്. ഇനി അവൻ അടുത്ത സ്റ്റെപ്പ് ഭൂമിയിലല്ല, അവൻ അടുത്ത സ്റ്റെപ്പ് സ്വർഗത്തിലാണ്. അത് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. ദൈവത്തിന് വേണമെങ്കിൽ അവനെ അവിടുന്ന് സംരക്ഷിക്കാം. ദൈവത്തിന് വേണമെങ്കിൽ ദൂതന്മാരെ ഇറക്കി ഇവരെല്ലാം ഒന്ന് ഭ്രമിപ്പിച്ച്, പഴയ നിയമത്തിന്റെ രീതിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ദൂതന്മാരെ ഇറക്കി ഈ ജനത്തെ ഭ്രമിപ്പിച്ച് അന്ധരാക്കി അവനെ അവിടുന്ന് രക്ഷപ്പെടുത്താം. എന്നാൽ സ്റ്റീഫനിൽ ദൈവം ആഗ്രഹിച്ച ശുശ്രൂഷ നിവൃത്തിയായപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഗ്രഹാം സ്റ്റെയിൻസ്, അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തീർന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ ദൈവം സ്പെസിഫിക് ആയിട്ട് മനുഷ്യരെ കുറിച്ചുള്ള ദൈവിക പ്ലാൻ അനുസരിച്ചാണ് അവർക്ക് ആയുസ് ദൈവം കൊടുക്കുന്നത്. അപ്പോൾ യാക്കോബ് എന്ന മനുഷ്യനെ ഈർഷ്യവാളിനെ കൊന്നപ്പോൾ യഹൂദന്മാർക്കത് വളരെ സന്തോഷമായെന്ന് കണ്ടിട്ട് പത്രോസിനെ അതുപോലെ നമുക്ക് ശരിയാക്കാമെന്നും പറഞ്ഞ് അകത്ത് പിടിച്ചിട്ടു. എന്നാൽ പത്രോസിന്റെ മേലുള്ള ദൈവത്തിന്റെ വിളി വ്യത്യസ്തമാണ്. കാരണം കർത്താവ് തന്നെ പറഞ്ഞു, അവൻ വാർദ്ധക്യമാകണം, അവസാനം അവൻ ഇഷ്ടപ്പെടാത്ത ഇടത്തേക്ക് മറ്റുള്ളവർ അവനെ കൊണ്ടുപോകണം. ഇതൊക്കെ യേശു ജീവനോടിരുന്നപ്പോ പറഞ്ഞതാ. യോഹന്നാനും പത്രോസും യേശുവും ഒക്കെ യേശു ഈ ലോക സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഒരുമിച്ചിരുന്ന സമയത്ത് യോഹന്നാൻ യേശുവിനോടൊരു ചോദ്യമൊക്കെ ചോദിക്കണ്ട. അപ്പൊ പറയുന്നുണ്ട്, ഇവൻ വൃദ്ധനായ ശേഷം ഇവൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവൻ വൃദ്ധനാകുന്നത് വരെ ഇവനെ ആർക്കും ഒരു രോമം തൊടാൻ പറ്റത്തില്ല. ഹെരോദാവല്ല, സാക്ഷാൽ ലൂസിഫർ ഇറങ്ങി വന്നാലും
പത്രോസിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവമക്കളെ, നമ്മുടെയൊക്കെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ചില വാഗ്ദത്തം ഉണ്ടല്ലോ. ആ വാഗ്ദത്തം നമ്മുടെ മേൽ കിടക്കുവോളം ഒരു രോമം പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. അറിയണമെങ്കിൽ വായിച്ചു യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വന്നാട്ട്. 21-ാം അധ്യായം 18-ാം വാക്യം. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നീ യൗവനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്തു നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ നേരെ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. 19-ാം വാക്യം കൂടെ. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് യേശു ഒരു സൂചന കൊടുത്തു പത്രോസിന്. ആ സൂചനയായി ഇവിടെ എഴുതിയിരിക്കുന്ന, ഇവൻ ഏത് വിധം കർത്താവിനെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഇവൻ വൃദ്ധനാകുന്നത് വരെ ജീവിച്ചിരിക്കണം. അത് ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഭൂമുഖത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് തീരുവോളം, ദൈവം ഇട്ടിരിക്കുന്ന വാഗ്ദത്തം നമ്മിൽ നിവർത്തിയാകുവോളം, ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും ഞാൻ നിങ്ങൾ നിലനിൽക്കും. അവൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കേട്ടത് കൊണ്ടോ ഒന്നും ഞാൻ നിങ്ങൾ ആശങ്കപ്പെടണ്ട. വി ഹാവ് എ ഡിവൈൻ കോൾ. നമ്മുടെ മേലൊരു വിശുദ്ധ വിളി കിടപ്പുണ്ട്. ആ വിളിയിലൂടെ ദൈവം എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അത് നമ്മിൽ നിവർത്തിയാകുവോളം, ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ നിവർത്തിയാകുവോളം, ആമേൻ സ്തോത്രം. ഭൗതിക ജീവിതത്തിൽ ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം നിവർത്തിയാകുവോളം, ആമേൻ, നമുക്ക് ഭൂമിയിൽ, ആമേൻ, സങ്കീർത്തനക്കാരൻ ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പ്രവചന ആത്മാവിൽ പറഞ്ഞുവെങ്കിൽ, ദൈവത്തിന്റെ ആലോചനകളും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും നമ്മിൽ നിവർത്തിയാകുവോളം, രോഗം വരട്ടെ, യു വിൽ സർവൈവ്. പ്രതിസന്ധി വരട്ടെ, യു വിൽ സർവൈവ്. അവൻ പ്രതികൂലമോ ഭീഷണികളോ എന്ത് വന്നാലും നീ സർവൈവ് ചെയ്യും. എന്തുകൊണ്ട്? നമ്മുടെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. പത്രോസിനെ ഹെരോദാവ് കാരാഗ്രഹത്തിലാക്കി. നോക്കുക, ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തേച്ച് ഉറങ്ങുകയല്ല. പത്രോസിനെ കൊല്ലാൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ പത്രോസിനെ കൊല്ലാൻ ഹെരോദാവ് പ്ലാൻ ചെയ്തിരിക്കുക. അന്ന് രാത്രിയിൽ ദൈവം എന്ത് ചെയ്തു? നോക്കുക, ഒരു ദൂതനെ അയച്ചിട്ട്, നമുക്കറിയാവുന്ന ചരിത്രമാണ്, അവനെ അവിടുന്ന് പുറത്തു കൊണ്ടുവരാൻ ഇടയായി തീർന്നു. ഞാൻ ചിന്തിപ്പിക്കുന്നത്, ചിലരുടെ ജീവിതത്തിൽ ചില സംഭവം നടന്നു, അവരെ നാം ചെറുതായി കാണരുത്. അവർ അവരുടെ ജീവിതത്തിൽ ആ മരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്നാൽ ജീവനോടിരിക്കുന്ന നാം നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന നിയോഗങ്ങളെ ലാഘവ ബുദ്ധിയോടെ കാണാതെ, എന്തെങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് മടുത്തും ക്ഷീണിച്ചും പോകാതെ, വിശ്വാസിക്ക് ഇതൊക്കെ വന്നല്ലോ എന്നോർത്ത് പോയി ഉറങ്ങിക്കഴിയാതെ, ഏൽപ്പിച്ചത് വീണ്ടും തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുക. ചില സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചുറ്റുമുള്ളവരിൽ സംഭവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എന്റെയും നിങ്ങളുടെയും മനസ്സ് ക്ഷീണിക്കരുത്, ഹൃദയം അധൈര്യപ്പെടരുത്. കാരണം നമുക്ക് ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ട്. ആമേൻ. പത്രോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് നമുക്കറിയാം, പത്രോസ് ശക്തമായ രീതിയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ഇടയായി. ഈ ഹെരോദാവിന് പത്രോസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആമേൻ. എന്റെ വിഷയം അവിടെ മുന്നോട്ട് പോട്ടെ. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 10, 2 വാക്യം വായിച്ച് നമുക്ക് നിർത്താം. വെളിപ്പാട് പുസ്തകം 2:10. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ദൈവസഭയുടെ ഇടയനായ ക്രിസ്തു സ്മുർണയിലെ സഭയ്ക്ക് ദൂത് കൊടുക്കുകയാണ്. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. ചില ഉപദ്രവങ്ങൾ വരും എന്ന് പറഞ്ഞാൽ ഈ ഉപദ്രവങ്ങളൊക്കെ ഞാൻ അനുവദിച്ചിട്ടാകുന്നു. ദൈവം അനുവദിക്കാതെ ഒരു ഉപദ്രവവും ആരുടെയും മേൽ വരാൻ സാധ്യമല്ല.
ദൈവം പെർമിറ്റ് ചെയ്യാതെ ഒരു വിശുദ്ധന്റെ മേൽ പിശാചിനെ തൊടാൻ അനുവാദമില്ല. ചില കാര്യങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ദൈവത്തിന്റെ പ്ലാൻ എനിക്ക് നിങ്ങൾക്കും അറിയില്ല. ആ പ്ലാന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടിയാണ് ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്മുർണയിലെ സഭ അവരോട് പറയുക, നിങ്ങൾക്ക് സഹിക്കാനുള്ളത് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. എന്നാൽ നിങ്ങൾ അതിന്റെ ഇടയിൽ വിശ്വസ്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ വ്യതിചലിച്ചു പോകരുത്. ആ തടവിലാക്കി എന്നതുകൊണ്ട് വിശ്വാസത്തിൽ ഇടറിപ്പോകരുത്. നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെടണം. ഇത് നമ്മുടെയും ജീവിതത്തിൽ അതിനകത്തൊരു ദൂതുണ്ട്. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് തടസ്സങ്ങൾ നേരിടുമ്പോൾ, പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ കടന്നു വരുമ്പോൾ, നമുക്ക് മുമ്പോട്ടൊരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നാം പകച്ചു നിൽക്കുമ്പോഴും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുക. പിശാചി എത്ര ശക്തിയോടെ പ്രവർത്തിച്ചാലും വിശ്വസ്തയോടെ നിൽക്കുക, വിശ്വാസം കാത്തു സൂക്ഷിക്കപ്പെടുക, വിശ്വാസത്തിൽ നിലനിൽക്കുക. കാരണം ഈ തന്ത്രത്തെ ജയിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു മറുമരുന്നുണ്ട്. ഈ എന്തിനാ ഇവിടെ പേടിക്കേണ്ടെന്ന് പറഞ്ഞത്? ഒരു ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. എന്തെങ്കിലും കേട്ടാൽ, യാക്കോബിനെ ഈർഷവാളിനെ അറുത്തു എന്ന് കേട്ടപ്പോൾ ഭീരുവിനെ പോലെയല്ല പത്രോസ് നിന്നത്. ഭീരുവിനെ പോലെയാണെങ്കിൽ പത്രോസ് പിറ്റേ ദിവസം കൊല്ലാനായിട്ട് ഓർഡർ ഇട്ടിരിക്കുക. തലേ ദിവസം രാത്രി പത്രോസ് എന്ത് ചെയ്യുക? രാത്രിയിൽ ഉറങ്ങുകയായിരുന്നു. പത്രോസ്, നിനക്ക് എങ്ങനെ ഉറക്കം വരും അന്ന് രാത്രിയിൽ? പിറ്റേ ദിവസം രാവിലെ നിന്നെ കൊല്ലാനായിട്ട് തീരുമാനിച്ചിരിക്കുകയല്ലേ. പിന്നെങ്ങനെ നിനക്ക് ഉറക്കം വരുന്നത്? പത്രോസ് എന്ത് പറയും? എന്റെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്, നാളെ അത് നടക്കത്തില്ല, നാളെ അത് സംഭവിക്കത്തില്ല. അല്ല യാക്കോബിൻ, നീ ജയിലിലല്ലേ, ജയിലിനകത്തല്ലേ നീ കിടക്കുന്നത്, നീ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? രക്ഷപ്പെടുത്തേണ്ടവനെ രക്ഷപ്പെടുത്താൻ എന്നും സ്വർഗത്തിലെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. എങ്ങനെ അവനെ പുറത്തു കൊണ്ടുവരണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ സ്മരണയിലെ സഭയെ നോക്കി പറയും, നീ പേടിക്കണ്ട, ചിലതൊക്കെ നടക്കും, ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകും. സുവിശേഷീകരണവുമായി ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ ചിലതൊക്കെ സംഭവിക്കും. പക്ഷെ വിശ്വസ്തരായിരിക്കുക. ആ കുറിവാക്യത്തിന്റെ കംപ്ലീഷൻ നോക്കിയാട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 9-ാം വാക്യം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. ഇത് തന്നെ സ്മരണയിലെ സഭയിലേക്ക് കർത്താവ് ദൂത് കൊടുക്കുന്ന, വിശ്വസ്തരായിരിപ്പീൻ, ബി ഫെയ്ത്ത്ഫുൾ. നിങ്ങൾക്ക് ലഭിച്ച അതിവിശുദ്ധ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം തന്നത് ദൈവമാണ്. ആ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുന്നിടത്തോളം നാം ഉറപ്പും ധൈര്യവും ഉള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽക്കാം. നത്തിങ് വിൽ ഹാപ്പൻ. ഒന്നും സംഭവിക്കുകയില്ല. ദൈവം ഭൂമിയിൽ തന്ന ആയുസ് തികച്ചിട്ടല്ലാതെ ഒരു മണിക്കൂർ ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. ഒരു ദൈവ പൈതലിനെ കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ അവന്റെ ജീവിതത്തിൽ നിറവേറിക്കൊണ്ട് മാത്രമേ അവനെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുള്ളൂ. പ്രതികൂലം എന്തുമാകട്ടെ, തർജനവും ഭീഷണിയും ഒക്കെ നിൽക്കട്ടെ, ചുറ്റുപാടും പല സംഭവങ്ങൾ നടക്കട്ടെ, കൂട്ടുവിശ്വാസികളിൽ പല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും മനസ്സ് ആശങ്കപ്പെടരുത്. വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്നുകൊള്ളണം. ഭീഷണിപ്പെടുത്തുന്ന പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആക്രോശിക്കുമ്പോൾ ചില സ്റ്റെപ്പ് എടുത്ത് വിശ്വാസ ജീവിതത്തിൽ വിശ്വാസികൾക്ക് നേരെ തീ ചീറ്റുമ്പോൾ ഞാനും നിങ്ങളും ആശങ്കപ്പെട്ടേക്കരുത്. അതവന്റെ ഒരു തന്ത്രം മാത്രമാണ്. അവനെ ചിലർക്ക് ഉപദ്രവം വരുത്തും. പക്ഷേ ദൈവം അനുവദിച്ചിട്ടല്ലാതെ യാതൊന്നും ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. നമുക്ക് തലവണക്കാം, ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അന്വേഷിച്ച് ചുറ്റും തിരിഞ്ഞ് നടക്കുന്നു. അവൻ ഇര അന്വേഷിച്ച് നടക്കുകയാണ്. ഞാനും നിങ്ങളും അവന്റെ ഇരയല്ല.
നാം ദൈവത്തിന്റെ വകയാണ്. നമ്മുടെ മേലൊരു ദൈവിക മുദ്ര കിടക്കുന്നു. ആ മുദ്ര നമ്മുടെ മേൽ കിടക്കുന്നിടത്തോളം ദുഷ്ടൻ നമ്മുടെ മേൽ ഒരവകാശവുമില്ല. ചില കൺഫ്യൂഷൻ നമുക്ക് വരുത്താം, ചില തടസ്സങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാം, ചിലരെ ബുദ്ധിമുട്ടിക്കാം, ചില കാര്യങ്ങൾ നമ്മെ കേൾപ്പിക്കാം. ചില തടസ്സവാദഗതികളൊക്കെ മനുഷ്യരിലൂടെ ഇൻഡയറക്ട്ലി പ്രവർത്തിക്കാൻ പിശാചിന് സാധിച്ചേക്കാം. പക്ഷേ ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഒരു യാക്കോബിനെ ഈർഷ്യവാളിനെ അറുത്തപ്പോ മാനുഷ്യ ശക്തികൾ ചിന്തിച്ചത് പത്രോസിന്റെ കാര്യം കഴിഞ്ഞെന്ന്. പത്രോസ് അല്ല യാക്കോബ്. പത്രോസിന്റെ മേലുള്ള വിളിയല്ല യാക്കോബിന്റെ മേൽ ഉണ്ടായിരുന്നത്. സ്റ്റെഫാനോസിന്റെ മേലുള്ള വിളിയല്ല പൗലോസിന്റെ മേൽ ഉണ്ടായിരുന്നത്. വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ദൈവം മനുഷ്യരെ ഈ ഭൂമുഖത്ത് തന്റെ പദ്ധതിക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നത്. ഞാനും നിങ്ങളും ദൈവത്തിനു വേണ്ടി സ്പെഷ്യലാണ്. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ശത്രുവിന് അമ്മാനമാടാനുള്ളവരല്ല, അവന്റെ വായ്ക്ക് ഇരയാകാനുള്ളവരല്ല. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങി ഈ ഭൂമുഖത്ത് വെച്ചിരിക്കുമ്പോൾ എന്തെല്ലാം ഭീഷണികൾ വിശ്വാസ ജീവിതത്തിന് നേരെ വന്നാലും, എന്തെല്ലാം ജീവിതത്തിന് നേരെ ദുഷ്ടൻ തീയമ്പുകൾ തൊടുത്തു വിട്ടാലും, വിശ്വാസമെന്ന പരിച നമുക്കുള്ളിടത്തോളം നമ്മുടെ പാളയത്തിലേക്ക് അത് കടക്കത്തില്ല. ഞാൻ നിങ്ങളും അനുവാദം കൊടുക്കരുത്. ഭയത്തോടെയല്ല, നമ്മൾ ധൈര്യശാലികളായിട്ടാണ് വിശ്വാസ ജീവിതം നയിക്കുന്നത്. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഇനിയുള്ള കാലങ്ങളിൽ ഇന്നത്തെ ഒരു അനുഭവം ആകണമെന്നില്ല. പ്രതികൂലങ്ങൾ കടന്നു വന്നേക്കാം, പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം. എന്നാൽ അവിടെയും ദൈവം തന്റെ പ്രവൃത്തി ആ ദേശങ്ങളിലൊക്കെ നിലകളിൽ പ്രവർത്തിച്ചതുപോലെ തുടർന്നും പ്രവർത്തിക്കാൻ വിശ്വസ്തനത്രേ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പിശാച് തന്ത്രശാലിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. കാലാകാലങ്ങളിൽ അവൻ തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ തന്ത്രങ്ങളെ അറിയാത്തവരായിട്ടല്ല, അതവന്റെ വെറും തന്ത്രങ്ങളാണെന്നും അവന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നും ദൈവവചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ റോമൻ ഭരണകൂടത്തെയും യഹൂദ മതപുരോഹിതന്മാരെയും ജാതീയ ശക്തികളെയും ഉപയോഗിച്ചുകൊണ്ട് ദൈവസഭയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു. ചിലർ മരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി, ചിലർ പരിശോധനകളിലൂടെ കടന്നുപോയി. സഭ വളർന്നുകൊണ്ടിരുന്നു. ഓരോ തലമുറകൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. കർത്താവെ, ഈ തലമുറയിൽ ദൈവം ഞങ്ങളെ നിനക്ക് വേണ്ടി നിർത്തിയിരിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാരോട് ചേർന്ന് ഒരു വിശ്വാസ സമൂഹം നിന്നതുപോലെ ഈ തലമുറയിൽ ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. ഞങ്ങളുടെ കണ്ണുകൊണ്ട് പല കാര്യങ്ങൾ കാണുമ്പോൾ, ഞങ്ങളുടെ കാതിൽ അനവധി കാര്യങ്ങൾ സുവിശേഷ സംബന്ധമായി കേൾക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് ക്ഷീണിച്ചു പോകാതെ, ഞങ്ങളുടെ ഹൃദയം അധൈര്യപ്പെട്ടു പോകാതെ, ഞങ്ങളുടെ ഉള്ളിൽ പകർന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ജീവിപ്പാൻ, നിത്യജീവനെ മുറുകെ പിടിച്ച് രക്ഷ ആവോളം എല്ലായിടത്തും എത്തിക്കുവാൻ തർജ്ജനങ്ങളും തടസ്സങ്ങളും കടന്നു വരുമ്പോഴും അതിന്റെ നടുവിലും ഉറച്ചു നിന്നുകൊണ്ട് ദൈവമഹത്വം ദർശിപ്പാൻ അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ തന്നിരിക്കുമ്പോൾ അത് ഞങ്ങളുടെ തല കുനിപ്പിച്ചല്ല, യേശു ക്രിസ്തുവിനെ ഇരുളിന്റെ നടുവിൽ വെളിച്ചമായി നിന്ന് വെളിപ്പെടുത്താൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും ശാരീരിക ക്ഷീണത്തിൽ, മാനസിക പ്രയാസത്തിലൊക്കെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആശ്വാസം നിന്റെ മക്കൾക്ക് നൽകണമേ. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവർക്ക് നല്ല ബുദ്ധി നൽകി കൊടുക്കണം, നല്ല ഓർമ്മശക്തി നൽകി കൊടുക്കണം, നന്നായിട്ട് പഠിക്കാൻ കൃപ കൊടുക്കണം. നല്ലൊരു പ്രിപ്പറേഷനോടെ കടന്നുപോയി നല്ല രീതിയിൽ എഴുതി അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ നല്ല വിജയം സ്വർഗം കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾ ഈ രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിൽ അല്പസമയം ഇരുന്നത് അവരുടെ ജീവിതത്തിന് വലിയ അനുഗ്രഹമാക്കി തീർക്കണം. വഞ്ചകനായി പിശാചിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, വചനത്തിൽ നിലനിന്ന് വിശ്വാസത്തിന് യോഗ്യമാവണ്ണം നടക്കാൻ ഓരോരുത്തർക്കും കൃപ കൊടുക്കണമെന്ന് ദൈവത്തോടടിയാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും ഭൂലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും ഗ്രേസ് ആൻഡ് ട്രൂ ക്രിസ്ത്യൻ മിനിസ്റ്റർ പ്രവർത്തനങ്ങളോടും ഇന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനം. ഗോഡ് ബ്ലസ് യു ഓൾ.